Good morning, students. അപ്പം ഇതിന്റെ രണ്ടാമത്തെ സെഷനാണ് നമ്മൾ ഇന്നിപ്പോ 11:30 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. മൊഡ്യൂൾ 1 ആണ്, റിവിഷൻ ക്ലാസ് ആണ്. പ്രോപ്പർട്ടീസ് ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് ആണ് ഇന്ന് നമ്മളിപ്പോ 1 മണിക്കൂറിൽ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സെഷൻ നമ്മൾ കൈകാര്യം ചെയ്തത് ശ്രീ സജിത് സാർ ആയിരുന്നു ടെക്നിക്കിലെ. അപ്പോൾ ചേലക്കര പോളിയിലെ തന്നെ വിഷ്ണു SK ആണ്, ലെക്ചർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ഇന്ന് നമുക്ക് ഈ ക്ലാസ് കൈകാര്യം ചെയ്യുന്നത്. ഇത് കൂടാതെ തന്നെ ഇന്ന് നമുക്കിവിടെ പാനലിസ്റ്റ് ആയിട്ടുള്ളത് സജിത്ത് സാർ, ലെക്ചർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് GPTC ചേലക്കര. അതോടൊപ്പം തന്നെ ഷൈൻ CS, ലെക്ചർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് GPTC ആറ്റിങ്ങൽ. അതോടൊപ്പം തന്നെ ശ്രീ അനൂപ് സാർ, HOD മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് GPTC മഞ്ചേരി ആണ് നമ്മുടെ ഇന്ന് പാനലിസ്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ കുട്ടികളുടെ ശ്രദ്ധയ്ക്ക് ഇത് റിവിഷൻ ക്ലാസ് ആണ്. അപ്പോ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് പഴയ മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യന്റെ എല്ലാം ഉണ്ടാവും, ഈ സെഷനിൽ ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഇന്നത്തെ സെഷനിൽ നിങ്ങൾക്ക് ഫസ്റ്റ് മൊഡ്യൂളിലാണ്. അപ്പോൾ നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിനെ കുറിച്ചാണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. അതുകൂടാതെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് ഡൗട്ടുകൾ ചോദിക്കാവുന്നതാണ്. ഇതിന്റെ ആൻസർ നമ്മൾ ലാസ്റ്റ് 10 മിനിറ്റ്സിൽ നമ്മൾ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ അടുത്ത 2 സെഷൻസ് നമുക്ക് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച 2 സെഷനിലായിട്ട് നമ്മൾ അടുത്ത 2 സെഷനും കൈകാര്യം ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ സെഷനും എല്ലാ കുട്ടികളും അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ സെഷൻ നമുക്ക് ഹോസ്റ്റ് ചെയ്യുന്നത് ഷൈൻ CS, ലെക്ചർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് GPTC ആറ്റിങ്ങലാണ്. അതോടൊപ്പം തന്നെ സിറ്റർ ആണ് നമുക്ക് ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നത്. സിറ്ററിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പ്രോഗ്രാമിന്റെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ എല്ലാ ഓൺലൈൻ കോഴ്സസിന്റെയും കോർഡിനേറ്റ് ചെയ്യുന്നത് ശ്രീ അനൂപ് സാറാണ്, HOD GPTC മഞ്ചേരി. അതോടൊപ്പം തന്നെ ഇതിന്റെ വെബിനാറിന്റെ ക്ലാസ്സുകൾ നമുക്ക് കണ്ടക്ട് ചെയ്യാനും അതുപോലെ തന്നെ അതിനുള്ള അവസരം ഒരുക്കി തന്നത് അസാപ്പാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഇന്നത്തെ സെഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയും ക്ലാസ് എടുക്കുന്നതിന് വേണ്ടിയും ശ്രീ വിഷ്ണു SK, ലെക്ചർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് GPTC ചേലക്കരയെ ക്ഷണിച്ചുകൊള്ളുന്നു. Thank you, sir. So, good morning to everyone. ഇവിടെ ഇങ്ങനെ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മൊഡ്യൂൾ 1-ന്റെ ഒരു ക്ലാസ് എടുക്കാൻ അവസരം തന്ന ശ്രീ അനൂപ് സാറിനും അതുപോലെ തന്നെ സിറ്ററിനും അസാപ്പിനും ഈ പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന അസാപ്പിനും അതുപോലെ പാനലിസ്റ്റായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന ശ്രീ സജിത് സാറിനും ഷൈൻ സാറിനും ഞാൻ നന്ദി അറിയിക്കുന്നു. ഈ മൊഡ്യൂൾ 1 ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഈ മൊഡ്യൂൾ 1-ന്റെ കണ്ടൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ based on your syllabus, module 1 can be classified into 2 types. Mainly module 1 is classified into properties of material and testing of material. Second one, manufacturing of metals and alloys. അപ്പോൾ ഈ ക്ലാസ്സിൽ ഫസ്റ്റ് പോർഷനാണ് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വി ആർ ഗോയിങ് ടു കവർ the first portion, that is properties of material and testing of material. അപ്പോൾ ഓൾറെഡി നിങ്ങളിത് പഠിച്ച് കഴിഞ്ഞവരാണ്, നിങ്ങൾ ഓൾറെഡി ഇതിലൂടെ പോയവരാണ്. ഈ ടെസ്റ്റിംഗ് S4 കഴിഞ്ഞവർക്ക് എന്താണ്, ഈ ടെസ്റ്റിംഗ് കുറേയൊക്കെ നിങ്ങൾ ലാബിൽ ചെയ്തതാണ്. MT ലാബിൽ ഈ ടെസ്റ്റ് നിങ്ങൾ ചെയ്തിട്ട് പ്രാക്ടിക്കലി ചെയ്തിട്ടും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇനി ഇത് പഠിക്കാനും ഇത് എക്സാമിന് എഴുതാനും നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. വളരെ നിങ്ങൾ ഓൾറെഡി പ്രാക്ടിക്കലി കണ്ടു കഴിഞ്ഞവരാണ്. അതുകൊണ്ട് ഇത് ഇതൊരു വലിയ മൊഡ്യൂളാണ്, വലിയ ടോപ്പിക്കാണ്. അതുകൊണ്ട് വളരെ വേഗത്തിലായിരിക്കും ഞാൻ മൂവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇത് കണ്ടത് പ്രാക്ടിക്കലി ചെയ്തതും ആയത് കാരണം ഇത് ജസ്റ്റ് ഒരു റീക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, പെട്ടെന്ന് നിങ്ങൾ ഓർമ്മയിൽ നിന്ന് റീക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെഷനായിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇത് എക്സ്പെക്റ്റഡ് ഔട്ട്കം. ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് പാർട്ടിൻ്റെ എക്സ്പെക്റ്റഡ് ഔട്ട്കം എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ ഫസ്റ്റ് ഇതിൽ വരുന്നത് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ്. എന്താണ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ്? മെറ്റീരിയൽസ് ദാറ്റ് ആർ യൂസ്ഡ് ആസ് റോ മെറ്റീരിയൽ ഫോർ എനി സോർട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻസ് ആർ നോൺ ആസ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ്. നമ്മൾ എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന എന്ത് മെറ്റീരിയലിനെയും എഞ്ചിനീയറിംഗ് മെറ്റീരിയൽ എന്ന് പറയും. അപ്പോൾ അതിനെ മെയിൻലി 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: മെറ്റൽസ്, പ്ലാസ്റ്റിക്സ്, സെറാമിക്സ്, കോമ്പോസിറ്റ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽ ക്ലാസിഫൈഡ്? അപ്പോൾ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽ എന്താണെന്ന് എഴുതുക, അതിൻ്റെ 4 ക്ലാസിഫിക്കേഷൻസ് എഴുതുക. അതിനെല്ലാം ഈ 4 ക്ലാസിഫിക്കേഷനും 1 or 2 എന്താ ലൈൻസ് എന്താണ് എന്നും അതിനൊരു എക്സാമ്പിളും ഒക്കെ എഴുതുക. അത് നെക്സ്റ്റ് സ്ലൈഡ്സിൽ കൊടുത്തിട്ടുണ്ട്.
Metals. First one is metals. Metals are usually characterized by well-defined crystal structure. നിങ്ങൾ ഇത് കെമിസ്ട്രിയിലൊക്കെ പഠിക്കുന്നതാണ്, നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ വെൽ-ഡിഫൈൻഡ് ക്രിസ്റ്റൽ സ്ട്രക്ചർ ഉണ്ട്. ദേ ആർ ബോണ്ടഡ് ടുഗദർ ബൈ മെറ്റാലിക് ബോൺസ് ആണ്. രണ്ട് തരത്തിലുള്ള മെറ്റൽസ് ഉണ്ട്. ഫെറസ് മെറ്റൽസ് ഉണ്ട്, നോൺ ഫെറസ് മെറ്റൽസ് ഉണ്ട്. ഫെറസ് മെറ്റൽസിന് എന്താണ്? അയൺ മെയിൻ കണ്ടന്റ് ആണ്. നോൺ ഫെറസ് മെറ്റലിൽ അയൺ ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് മെറ്റൽസിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ അതിൻ്റെ ഒരു പ്രോപ്പർട്ടി എഴുതുക. മെറ്റൽസ് ആർ എക്സ്ട്രീംലി ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് ഹീറ്റ്. അപ്പോൾ ഒരു മെറ്റലിനെ കുറിച്ച് ഒരു ലൈൻ എക്സ്പ്ലനേഷൻ ആയി, അതിൻ്റെ മെറ്റൽസിൻ്റെ ഒരു ചെറിയ ക്ലാസിഫിക്കേഷൻ ആയി, അതിനെക്കുറിച്ച് പ്രോപ്പർട്ടി ആയി. ഈ ഒരു 3 സെന്റൻസ് എഴുതിയാണ്. നെക്സ്റ്റ് പ്ലാസ്റ്റിക്സ്. എന്താണ് പ്ലാസ്റ്റിക്സ്? സോ പ്ലാസ്റ്റിക്സ് ആർ ഓർഗാനിക് കോമ്പൗണ്ട്സ് ദാറ്റ് ആർ കെമിക്കലി ബേസ്ഡ് ഓൺ കാർബൺ ആൻഡ് ഹൈഡ്രജൻ. മെയിൻലി പ്ലാസ്റ്റിക്കിൻ്റെ മെയിൻ കോമ്പണൻറ്റ് കാർബണും ഹൈഡ്രജനുമാണ്. അതിൻ്റെ കൂടെ വേറെ ഏതെങ്കിലും എലമെൻ്റ് ഒക്കെ ചേർന്ന് വരാം. പിന്നെ അതിനൊരു എക്സാമ്പിൾ ഏതൊക്കെയാണ്? പോളിയെത്തിലിൻ, PVC, സിലിക്കൺ റബ്ബർ, അങ്ങനെ 1-2 പ്ലാസ്റ്റിക്കിന് എക്സാമ്പിൾ. ദീസ് മെറ്റീരിയൽസ് ആർ ടിപ്പിക്കലി ഹാവ് എ ലോ ഡെൻസിറ്റി. പിന്നെ ബാക്കിയുള്ള മെറ്റീരിയലിൻ്റെ അത്ര സ്ട്രോങ് അല്ല. പിന്നെ അത് ലോ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയാണ്, കെമിക്കലി ഇനേർട്ടാണ്. അപ്പോൾ നമുക്കറിയാം മെറ്റൽസ് ഒക്കെ, അയൺ പോലുള്ള മെറ്റൽസ് ഒക്കെ അല്ലെങ്കിൽ അലുമിനിയം ഒക്കെ എന്താണ്, എയറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഓക്സൈഡ്സ് ഒക്കെ ഫോം ചെയ്യും. അയൺ ആണെങ്കിൽ റസ്റ്റ് ചെയ്യും. അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. പ്ലാസ്റ്റിക്സിന് ആ പ്രശ്നങ്ങളില്ല, കെമിക്കലി ഇനേർട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള 1-2 പ്രോപ്പർട്ടി പ്ലാസ്റ്റിക്കിനെ കുറിച്ച് എഴുതുക. നെക്സ്റ്റ് സെറാമിക്സ്. സെറാമിക്സ് ആർ കോമ്പൗണ്ട്സ് ബിറ്റ്വീൻ മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് എലമെന്റ്. മെറ്റാലിക് എലമെന്റും നോൺ മെറ്റാലിക് എലമെന്റും തമ്മിലുള്ള ഒരു കോമ്പൗണ്ടാണ് സെറാമിക്സ്. അപ്പോൾ അതെന്താണ്? അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് എന്താ? ഹൈലി ഹീറ്റ് റെസിസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും വളരെ കുറവാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രോപ്പർട്ടി. അതിന് 1-2 എക്സാമ്പിളുകളാണ് അലുമിനിയം ഓക്സൈഡ്, സിലിക്കൺ ഓക്സൈഡ്, സിലിക്കൺ കാർബൈഡ്, അങ്ങനെ 1-2 എക്സാമ്പിളുകൾ പഠിച്ചിരിക്കുക. നെക്സ്റ്റ് കോമ്പോസിറ്റ്. ഇതുവരെ നമ്മൾ കണ്ടതെല്ലാം മൈക്രോ ലെവലിലുള്ള കോമ്പിനേഷൻസ് ആണ്. ഇപ്പോൾ 2 എലമെന്റിനെ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ അത് മൈക്രോ ലെവലിലാണ്, വളരെ ആറ്റംസ് ലെവലിൽ അല്ലെങ്കിൽ മോളിക്യൂൾ ലെവലിലാണ് കമ്പൈൻ ചെയ്യുന്നത്. പക്ഷേ ഇൻ കേസ് ഓഫ് കോമ്പോസിറ്റ് മാക്രോ ഫിസിക്കൽ കോമ്പിനേഷനാണ്. അത് മൈക്രോ ലെവലിലല്ല, മാക്രോ ലെവലിലാണ്. നമ്മളിപ്പോൾ ഒരു റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോൺക്രീറ്റിൽ നമ്മൾ സ്റ്റീൽ റോഡ്സ് ഇൻസേർട്ട് ചെയ്തിട്ട്, ഇതെല്ലാവരും കോമൺലി കാണുന്ന എക്സാമ്പിളാണ്. ഒരു കോൺക്രീറ്റും സ്റ്റീൽ റോഡ്സും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ സ്ട്രെങ്തൻ ചെയ്യുന്നു. അതെല്ലാവരും കാണുന്ന ഒരു എക്സാമ്പിളാണ്. അതുപോലെ അപ്പോൾ അതിലെന്താ, അത് നമുക്ക് കാണാൻ പറ്റുന്ന മാക്രോ ലെവലിലുള്ളതാണ്, മൈക്രോ അല്ല മാക്രോ ലെവലിലുള്ളതാണ്. അപ്പോൾ അതിൽ സ്റ്റീൽ റോഡ്സ് യൂസ് ചെയ്യുന്നു, കോൺക്രീറ്റ് യൂസ് ചെയ്യുന്നു. അപ്പോൾ രണ്ടിൻ്റെയും പ്രോപ്പർട്ടീസ് കമ്പൈൻ ചെയ്ത് നമുക്ക് ഒരു ബെറ്റർ പ്രോപ്പർട്ടി, ബെറ്റർ സ്ട്രെങ്ത് കിട്ടുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഫൈബർ ഗ്ലാസ്. ഗ്ലാസിൻ്റെ ബ്രിട്ടിൽ പ്രോപ്പർട്ടീസും പ്ലാസ്റ്റിക്സിൻ്റെ ഡക്റ്റൈൽ പ്രോപ്പർട്ടിയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് സ്ട്രോങ് ആയിട്ടുള്ള പുതിയ ഒരു മെറ്റീരിയൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള കോമ്പോസിറ്റ് ആണ് വുഡ്, നമ്മുടെ എല്ലാം ബോൺസ്, അതെല്ലാം നാച്ചുറലി ഒക്കറിങ് ചെയ്യുന്ന കോമ്പോസിറ്റ് ആണ്. അപ്പോൾ കോമ്പോസിറ്റിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മാക്രോ ലെവലിൽ കമ്പൈൻ ചെയ്യുന്നതാണ്. അതിന് 1-2 എക്സാമ്പിൾ എഴുതുക. വളരെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കോമ്പോസിറ്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്തെടുക്കുന്നത് എന്നുള്ള എഴുതുക. അപ്പോൾ 2-3 സെന്റൻസ് എഴുതി കഴിഞ്ഞാൽ കഴിഞ്ഞു. ക്ലാസിഫിക്കേഷൻ ഓഫ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽ കഴിഞ്ഞു. ഇനി അടുത്ത നമുക്ക് വേണ്ടത് പ്രോപ്പർട്ടീസ് ഓഫ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ്. അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ മെയിനായിട്ടും നിങ്ങളുടെ അക്കോർഡിംഗ് ടു യുവർ സിലബസ് മെയിനായിട്ടും ഒരു 6 പ്രോപ്പർട്ടീസാണ്, 6 മെയിൻ പ്രോപ്പർട്ടീസാണ് പഠിക്കേണ്ടത്. അതിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ മെക്കാനിക്കൽ പ്രോപ്പർട്ടി, സെക്കൻഡ് വൺ ഫിസിക്കൽ പ്രോപ്പർട്ടി, തേർഡ് വൺ തെർമൽ പ്രോപ്പർട്ടീസ്, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഇതിൽ നിന്ന് സാധാരണ അപ്പോൾ എന്താണ് പ്രോപ്പർട്ടി? നമ്മളിപ്പോൾ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു മെറ്റീരിയലിൻ്റെ ബിഹേവിയർ ആണ്. പല കണ്ടീഷൻ, വേരിയസ് എൻവയോൺമെന്റൽ കണ്ടീഷൻ അനുസരിച്ച് ഒരു മെറ്റീരിയൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അതാണ് അതിൻ്റെ പ്രോപ്പർട്ടി. അപ്പോൾ ആ പ്രോപ്പർട്ടിയാണ് പലതരത്തിലുള്ള മെക്കാനിക്കൽ പ്രോപ്പർട്ടി, ഫിസിക്കൽ പ്രോപ്പർട്ടി, തെർമൽ പ്രോപ്പർട്ടി എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് നെയിം എനി 6 മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, ലിസ്റ്റ് സം 3 ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, അല്ലെങ്കിൽ ഓരോ പ്രോപ്പർട്ടി വാട്ട് ഈസ് ഡിഫൈൻ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, സ്ട്രെങ്ത്, ഹാർഡ്നെസ്, ടഫ്നെസ്, ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു പോർഷനിൽ നിന്ന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഓരോന്നായിട്ട് പെട്ടെന്ന് വളരെ കാര്യം, ഇതൊരു വലിയ ടോപ്പിക്കാണ്, വളരെ പെട്ടെന്ന് ഓരോന്നും ടച്ച് ചെയ്ത് പോവാം. സ്ട്രെങ്ത് ഈസ് ദ എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു റെസിസ്റ്റ് എക്സ്റ്റേണലി അപ്ലൈഡ് ഫോഴ്സ് വിത്തൗട്ട് ബ്രേക്കിംഗ് ഓർ ഈൽഡിങ്. അപ്പോൾ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എക്സ്റ്റേണലി ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ മെറ്റീരിയൽ ബ്രേക്ക് ആവാതെ അല്ലെങ്കിൽ ഈൽഡ് ചെയ്യാതെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നു. അതിനെയാണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സ്ട്രെങ്തിൻ്റെ യൂണിറ്റ് സ്ട്രെസ്സിൻ്റെ പോലെ തന്നെയാണ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഫോഴ്സ് ഒരു ഏരിയയിൽ അപ്ലൈ ചെയ്യുന്നു, അതാണ് സ്ട്രെങ്ത്. സ്ട്രെങ്തിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ടെൻസൈൽ സ്ട്രെങ്ത്, കംപ്രസീവ് സ്ട്രെങ്ത്, ഷിയർ സ്ട്രെങ്ത്, ഫ്ലക്ച്വൽ സ്ട്രെങ്ത്,
ഈ ഫ്ലെക്സുവൽ സ്ട്രെങ്ത് എന്ന് വെച്ചാൽ ബെൻഡിങ് സ്ട്രെങ്ത് ആണ്. ഇത് നിങ്ങൾക്ക് വായിച്ച് നോക്കാം. ഇത് നിങ്ങൾ ടെൻസൈൽ ടെസ്റ്റ് ചെയ്തവരാണെങ്കിൽ ഇതിൽ പല ടൈംസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും. അത് നമുക്ക് അല്ലെങ്കിൽ അടുത്ത ടെൻസൈൽ ടെസ്റ്റ് പഠിക്കുമ്പോൾ നോക്കാം. അങ്ങനെ പല തരത്തിലുള്ള സ്ട്രെങ്ത് ഉണ്ട്. നെക്സ്റ്റ് ഹാർഡ്നെസ് എന്താണ്? റെസിസ്റ്റൻസ് ടു വെയർ, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ടു സ്ക്രാച്ചിങ്, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ടു മെഷീനബിലിറ്റി. ഇതിനെല്ലാം ആ ഒരു പ്രോപ്പർട്ടിയെ പറയുന്ന പേരാണ് ഹാർഡ്നെസ്. ഒരു മെറ്റീരിയൽ ഹാർഡാണെന്ന് പറഞ്ഞാൽ അത് മെഷീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അതിലൊരു സ്ക്രാച്ച് ഇടാൻ ബുദ്ധിമുട്ടാണ്, അത് വെയർ ആവുന്നത് കുറവാണ്. അല്ലെങ്കിൽ ഒരു ഹാർഡർ ആയിട്ടുള്ള മെറ്റീരിയലിന് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലിനെ കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു എബിലിറ്റി ഓഫ് എ മെറ്റൽ ടു കട്ട് അനദർ മെറ്റൽ. അപ്പോൾ ഈ ഹാർഡ്നെസ് നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് 2-3 ടെസ്റ്റുകളുണ്ട്. അതാണ് ബ്രിങ്ങൽ ഹാർഡ്നെസ് ടെസ്റ്റ്, റോക്ക്വെൽ ഹാർഡ്നെസ് ടെസ്റ്റ്, വിക്കേഴ്സ് ഹാർഡ്നെസ് ടെസ്റ്റ്. ഇതെല്ലാം ഈ ടെസ്റ്റുകൾ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഹാർഡ്നെസ് ഒരു നമ്പറായിട്ട് കിട്ടും. ഇപ്പോൾ ബ്രിങ്ങൽ ഹാർഡ്നെസ് നമ്പർ 100 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹാർഡ്നെസ് നമുക്ക് 100 ബ്രിങ്ങൽ ഹാർഡ്നെസ് നമ്പർ ആണെന്ന് പറയാം. അങ്ങനെ നമുക്കൊരു നമ്പറായിട്ട് കിട്ടും. അത് നമുക്ക് 2 മെറ്റീരിയലിൻ്റെ ഹാർഡ്നെസ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ ടെസ്റ്റ് നടത്തി കിട്ടുന്ന നമ്പറിനെ വെച്ചിട്ട് 2 ഡിഫറെൻറ്റ് മെറ്റീരിയൽസിൻ്റെ ഹാർഡ്നെസ് കമ്പയർ ചെയ്യാം. അപ്പോൾ ഏതാണ് കൂടുതൽ ഹാർഡ്നെസ്, ഏതിനാണ് കുറവ് ഹാർഡ്നെസ് വരുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് ടഫ്നെസ് എന്ന് വെച്ചാൽ ടഫ്നെസ് മെയിനായിട്ടും വരുന്നത് ഇമ്പാക്റ്റ് ലോഡിൻ്റെ കേസിലാണ്. ടഫ്നെസ് മെയിനായിട്ടും വരുന്നത് ഇമ്പാക്റ്റ് ലോഡ്. നമ്മൾ ഇതുവരെ അപ്ലൈ ചെയ്തത് നമ്മൾ ടെൻസൈൽ ടെസ്റ്റൊക്കെ നടത്തുമ്പോൾ അപ്ലൈ ചെയ്യുന്നത് സ്റ്റാറ്റിക് ലോഡാണ്. പക്ഷേ ഇവിടെ ടഫ്നെസ്സിൻ്റെ കേസിൽ ഇമ്പാക്റ്റ് ലോഡാണ്. നിങ്ങൾ ഓൾറെഡി S4 കഴിഞ്ഞവർ നിങ്ങൾ ഇമ്പാക്റ്റ് ലോഡ് ചിലപ്പോൾ ഈ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ഐസോ ടെസ്റ്റ്, HRP ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ടെസ്റ്റ് നമുക്ക് മുമ്പിലോട്ട് പഠിക്കാണ്ട്. അപ്പോൾ ഈ ടഫ്നെസ് മെഷർ ചെയ്യുന്നത് അതാണ്. എന്താ ടഫ്നെസ് എന്ന് പറഞ്ഞാൽ ഇമ്പാക്റ്റ് ലോഡിൻ്റെ കേസിലാണ് വരുന്നത്. അത് എന്താണ്? അത് ഒരു മെറ്റീരിയലിന് എത്രമാത്രം എനർജി അബ്സോർബ് ചെയ്യാൻ പറ്റുമോ, ഏതുവരെ? ഫ്രാക്ചർ ആവുന്നത് വരെ. ഒരു മെറ്റീരിയലിൽ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ അത് ഫ്രാക്ചർ ആവും. ആ ഫ്രാക്ചർ ആവുന്നത് വരെ എത്രമാത്രം എനർജി അത് അബ്സോർബ് ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ടഫ്നെസ്. അപ്പോൾ ടഫ്നെസ് ഈസ് മെഷേർഡ് ബൈ ദി എമൗണ്ട് ഓഫ് എനർജി ദാറ്റ് എ യൂണിറ്റ് വോളിയം ഓഫ് എ മെറ്റീരിയൽ ഹാസ് അബ്സോർബ്ഡ് ആഫ്റ്റർ ബീങ് സ്ട്രെസ്ഡ് അപ് ടു ദ പോയിന്റ് ഓഫ് ഫ്രാക്ചർ. ഫ്രാക്ചർ പോയിന്റ് വരെ സ്ട്രെസ് ചെയ്യുമ്പോൾ ആ മെറ്റീരിയലിന് എത്രമാത്രം എനർജി അബ്സോർബ് ചെയ്യാൻ പറ്റും, അതാണ് ടഫ്നെസ്. നെക്സ്റ്റ് ഈസ് ഡക്റ്റിലിറ്റി. ഡക്റ്റിലിറ്റി ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ എനേബിളിംഗ് ഇറ്റ് ടു ബി ഡ്രോൺ ഇൻ ടു വയർ. ഇത് നിങ്ങൾ 10ാം ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ്. ഡക്റ്റിലിറ്റി എന്താണ്? വയറായിട്ട് നമുക്ക് ഡ്രോൺ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഡക്റ്റിലിറ്റി. ഡക്റ്റിലിറ്റിയുടെ ഓപ്പോസിറ്റ് എന്താണ്? ബ്രിട്ടിൽനെസ്. പെട്ടെന്ന് ബ്രേക്ക് ആവും. ബ്രിട്ടിൽനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്തൗട്ട് എനി ഡിഫർമേഷൻ ഷോ ചെയ്യാതെ തന്നെ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ബ്രേക്ക് ആവുന്നതാണ് ബ്രിട്ടിൽനെസ്. നെക്സ്റ്റ് മാലിയബിലിറ്റിയും ഇതും നിങ്ങൾ 10th സ്റ്റാൻഡേർഡ് തൊട്ടേ പഠിച്ചു വരുന്നതാണ്. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ഡക്റ്റിലിറ്റി വിച്ച് പെർമിറ്റ്സ് മെറ്റീരിയൽ ടു ബി റോൾഡ് ഓർ ഹാമേഡ് ഇൻ ടു തിൻ ഷീറ്റ്സ്. നമുക്ക് ഷീറ്റുകളായിട്ട് അടിച്ചു പരത്താൻ പറ്റും. ആ പ്രോപ്പർട്ടിയാണ് എന്താ പറയുന്നത്? മാലിയബിലിറ്റി. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞാൽ ബ്രിട്ടിൽനെസ് നമ്മൾ കണ്ടു. ഇലാസ്റ്റിസിറ്റി. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് ഇലാസ്റ്റിസിറ്റി. Elasticity is the property of a material to regain its original shape after deformation when the external forces are removed. നമ്മൾ ഒരു മെറ്റീരിയലിൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ, അത് എലോങ്ങേറ്റ് ചെയ്യും. ലോഡിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട് ഒന്നിൽ എലോങ്ങേറ്റ് ചെയ്യും, അല്ലെങ്കിൽ കംപ്രസ് ചെയ്യും, എന്തെങ്കിലും ചെയ്യും. അതിൻ്റെ ഷേപ്പ് മാറിയിട്ട് ലോഡ് നമ്മൾ റിമൂവ് ചെയ്യുമ്പം അതിൻ്റെ പഴയ ഷേപ്പിലേക്ക് പോകാൻ പറ്റുമെങ്കിൽ അതിനെ എന്ത് പറയും? ഇലാസ്റ്റിസിറ്റി. അതിനെയാണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുക. അപ്പോൾ പഴയ ഷേപ്പിൽ പോവാതായ കഴിഞ്ഞാൽ എന്ത് പറ്റും? അതാണ് പ്ലാസ്റ്റിസിറ്റി. പ്ലാസ്റ്റിസിറ്റി എന്ന് വെച്ചാൽ പ്ലാസ്റ്റിസിറ്റി ഓഫ് എ മെറ്റീരിയൽ വിച്ച് റീറ്റെയിൻസ് ദ ഡിഫർമേഷൻ പ്രൊഡ്യൂസ്ഡ് അണ്ടർ ദി ലോഡ് പെർമനൻ്റ്ലി. നമ്മൾ ലോഡ് അപ്ലൈ ചെയ്തു, ആ ലോഡ് മാറ്റിയാലും ആ ലോഡ് അപ്ലൈ ചെയ്തപ്പോൾ ഉണ്ടായ ഷേപ്പ് അതുപോലെ നിൽക്കും. ഇലാസ്റ്റിസിറ്റിയുടെ കേസിൽ എന്താ? ലോഡ് റിമൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഷേപ്പ് പഴയ ഷേപ്പിലേക്ക് പോകും. അതാണ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടുള്ള. ഇനി ക്രീപ്പ്. Creep is slow and permanent deformation of a part when subjected to a constant stress at a high temperature for long period of time. ഈ ക്രീപ്പിൽ ക്രീപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മേജറായിട്ട് 3 വാക്ക് അതിൽ ശ്രദ്ധിക്കണം. എന്താണ്? സബ്ജക്റ്റഡ് ടു സ്ട്രെസ്, ഹൈ ടെമ്പറേച്ചർ ഫോർ ലോങ് പീരീഡ് ഓഫ് ടൈം. ഈ 3 വാക്കുകൾ നിങ്ങൾ മെയിനായിട്ടും ആ ക്രീപ്പിൻ്റെ എക്സ്പ്ലനേഷനിൽ വരണം. എന്നാൽ അതെന്താണ്? നമ്മൾ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നുണ്ട്, അത് എത്ര നേരത്തേക്കാണ്? ഹൈ ടെമ്പറേച്ചർ കണ്ടീഷനിലാണ് അപ്ലൈ ചെയ്യുന്നത്. അത് എത്ര സമയത്തേക്ക്? 1-2 ദിവസത്തേക്കല്ല, വർഷങ്ങളോളം ചിലപ്പോൾ നിൽക്കും. ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം കൊണ്ടാണ് ഈ ക്രീപ്പിൻ്റെ എഫക്റ്റ് ഉണ്ടാകുന്നത്. അപ്പം അത് എവിടെയൊക്കെയാണ് ഹൈ ടെമ്പറേച്ചർ ആപ്ലിക്കേഷൻ വരുന്ന? ഇപ്പോൾ എൻജിൻ, IC എൻജിൻ, അല്ലെങ്കിൽ ബോയിലർ, സ്റ്റീം എൻജിൻ, അതിൻ്റെ എല്ലാം പാർട്ടുകൾക്കാണ് ഈ ക്രീപ്പ് എന്ന് പറയുന്ന ഫിനോമിനൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അത്
എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഈൽഡ് സ്ട്രെങ്ത്തിനേക്കാളും താഴെ അത് ഫെയിൽ ആവും. നമ്മളിപ്പോൾ സാധാരണ ഒരു ടെൻസൈൽ ടെസ്റ്റ് നടത്തിയിട്ട് ഈൽഡ് സ്ട്രെങ്ത്തിൽ വരുമ്പോൾ ഈൽഡ് സംഭവിച്ചു എന്ന് കാണുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഈൽഡുള്ള മെറ്റീരിയലിനെ എടുത്തിട്ട് നമ്മൾ കുറേ നാൾ സ്ട്രെസ് ഒരേപോലെ നിർത്തി ഒരു ഹൈ ടെമ്പറേച്ചറിൽ ഒരുപാട് നാൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഈ ഈൽഡ് സ്ട്രെങ്ത്തിനേക്കാളും താഴ്ന്നത്തെ സ്ട്രെങ്ത്തിൽ തന്നെ ഫെയിൽ ആവും. അതിനെയാണ് ക്രീപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫെറ്റീഗ്. ഫെറ്റീഗ് എന്ന് പറഞ്ഞാൽ when a material is subjected to repeated stresses. ഫെറ്റീഗിൻ്റെ കേസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വാക്കാണ് റിപ്പീറ്റഡ് സ്ട്രെസ്. ഈ നേരത്തെ ക്രീപ്പിൻ്റെ കേസിൽ 3 വാക്കുകളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്: കോൺസ്റ്റന്റ് സ്ട്രെസ്, ഹൈ ടെമ്പറേച്ചർ, ലോങ് ടൈം. അതുപോലെ ഫെറ്റീഗിൻ്റെ കേസിൽ ശ്രദ്ധിക്കേണ്ടതാണ് റിപ്പീറ്റഡ് സ്ട്രെസ്. നമ്മൾ സാധാരണ ടെൻസൈൽ ടെസ്റ്റ് ഒക്കെ നടത്തുമ്പോൾ നമ്മൾ യൂണിഫോം ആയിട്ടാണ് ലോഡ് അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഈ ഫെറ്റീഗിൻ്റെ കേസിൽ എന്താണ്, സ്ട്രെസ് റിപ്പീറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ സൈക്ലിക് സ്ട്രെസ് ആണ്. നമ്മളിപ്പോൾ ഒരു കമ്പോ എന്തെങ്കിലും ഓടിക്കാൻ നോക്കുമ്പോൾ എന്താ, നമ്മൾ ഒരു സൈഡിലേക്ക് വളച്ചു കഴിഞ്ഞാൽ എന്താ, അത് വളയും. പക്ഷെ നമ്മൾ ഓടിക്കണമെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ 2 സൈഡിലേക്കും വളയ്ക്കും. താഴേക്കും വളയ്ക്കും, മുകളിലേക്കും വളയ്ക്കും, താഴേക്ക് വളയ്ക്കും, മുകളിലേക്കും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ ചെയ്യുമ്പോൾ എന്ത് പറ്റും, കുറച്ച് ചെയ്യുമ്പോൾ അത് പൊട്ടും. അതെന്താണ്, അതിനെയാണ് ഈ റിപ്പീറ്റഡ് സ്ട്രെസ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു സൈഡിലേക്ക് തന്നെ വളയ്ക്കാൻ നോക്കി കഴിഞ്ഞാൽ എന്ത് പറ്റും, അതിന് കൂടുതൽ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്താലേ അത് പൊട്ടും. അപ്പോൾ 2 സൈഡിലേക്കും വളയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊട്ടും. അതാണ് ഫെറ്റീഗ്. അപ്പോൾ എന്താ, റിപ്പീറ്റഡ് സ്ട്രെസ് ആണ്. അപ്പോൾ അങ്ങനെ റിപ്പീറ്റഡ് സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഈ ഈൽഡ് സ്ട്രെങ്ത്തിനേക്കാളും താഴ്ന്നത്തെ സ്ട്രെങ്ത്തിൽ അത് ഫെയിൽ ആവും, ആ ഒബ്ജക്റ്റ് ഫെയിൽ ആവും. അതാണ് ഫെറ്റീഗ്. നെക്സ്റ്റ് സ്റ്റിഫ്നെസ്. സ്റ്റിഫ്നെസ് എന്ന് വെച്ചാൽ ലോഡ് ബൈ ഡിഫ്ലക്ഷൻ ആണ്. അത് ജനറലി ഇപ്പോൾ എല്ലാ ഇലാസ്റ്റിക് മെറ്റീരിയലിനും ഒരു ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് പറ്റും, അത് ചെറുതായിട്ട് ഇലോങ്ങേറ്റ് ചെയ്യും. ആ ലോഡ് ബൈ ഇലോങ്ങേഷനെ പറയുന്ന പേരാണ് എന്താണ്, സ്റ്റിഫ്നെസ്. ഓക്കെ, നെക്സ്റ്റ് പ്രോപ്പർട്ടി. ഇത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഞാൻ ഒരുപാട് പോകുന്നില്ല, പെട്ടെന്ന് നമുക്ക് അടുത്ത ഇതിലേക്ക് പോകണം. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ്. നെക്സ്റ്റ് സ്പെസിഫിക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി മൾട്ടിപ്ലൈഡ് വിത്ത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് വെച്ചാൽ ഒരു കമ്പാരിസൺ ആണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി കമ്പയർഡ് വിത്ത് ദി ഫ്ലൂയിഡ് ഓഫ് വാട്ടർ. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് എന്തില്ല, യൂണിറ്റ് ഇല്ല, അത് ശ്രദ്ധിക്കുക. പിന്നെ വിസ്കോസിറ്റി എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് ടു ഫ്ലോ ആണ് വിസ്കോസിറ്റി. വിസ്കോസിറ്റി ഇസ് പ്രോപ്പർട്ടി ഓഫ് എ റിയൽ ഫ്ലൂയിഡ് വിച്ച് ഓഫേഴ്സ് റെസിസ്റ്റൻസ് ടു ഷിയർ ഫോഴ്സ്. റെസിസ്റ്റൻസ് ടു ഫ്ലോ എന്ന് പറയാം, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ടു ഷിയർ ഫോഴ്സ്. അപ്പോൾ ഡൈനാമിക് വിസ്കോസിറ്റി, കൈനമാറ്റിക് വിസ്കോസിറ്റി ഒക്കെ ഉണ്ട്. അതിൽ ഡൈനാമിക് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ സെക്കൻഡ്സ് പെർ മീറ്റർ സ്ക്വയർ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പോറോസിറ്റി ഇസ് ദ ക്വാളിറ്റി ഓഫ് ബീയിങ് പോറസ്. എന്ന് വെച്ചാൽ ചെറിയ ഹോൾസ്, ടൈനി ഹോൾസ് ഉണ്ടാകുന്ന പ്രോപ്പർട്ടിയാണ്. അപ്പോൾ എന്താ, ലിക്വിഡൊക്കെ അതിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഫ്യൂസിബിലിറ്റി എന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് ഇൻ ടു ലിക്വിഡ്. അതാണ് ഫ്യൂസിബിലിറ്റി. അപ്പോൾ നമ്മളിപ്പോൾ സോൾഡറിങ് ഒക്കെ ചെയ്യുമ്പോൾ ആ സോൾഡറിങ്ങിൻ്റെ മെറ്റീരിയൽ എന്താ, പെട്ടെന്ന് ഈസിലി മെൽറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ പ്രോപ്പർട്ടിയെ പറയുന്ന പേരാണ് ഫ്യൂസിബിലിറ്റി. അപ്പോൾ ഇവിടെ ഈ ഡെൻസിറ്റി, സ്പെസിഫിക് ഗ്രാവിറ്റി, വിസ്കോസിറ്റി ഒക്കെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. പോറോസിറ്റി, ഫ്യൂസിബിലിറ്റി, കളർ, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു മെറ്റീരിയലിൻ്റെ കളർ, മെറ്റീരിയലിൻ്റെ ഫിനിഷ്, സർഫസ് ഫിനിഷോ, അതിൻ്റെ എങ്ങനെ ഷൈനിങ് ആണോ, അങ്ങനെയുള്ള ഫിനിഷ് എന്താണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ഇവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്: ലിസ്റ്റ് എനി 5 ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡെൻസിറ്റി, സ്പെസിഫിക് ഗ്രാവിറ്റി, വിസ്കോസിറ്റി, കളർ, ഫിനിഷ് എന്ന് നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാം. ഇതിൽ ഉള്ളിൽ ഇപ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ ഡിഫൈൻ വാട്ട് ഈസ് സ്പെസിഫിക് ഗ്രാവിറ്റി, ഡിഫൈൻ ഡെൻസിറ്റി എന്നൊക്കെ ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് തെർമൽ പ്രോപ്പർട്ടീസ് എന്ന് വെച്ചാൽ അതിൽ ഫസ്റ്റ് ആണ് സ്പെസിഫിക് ഹീറ്റ്. സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? Specific heat is defined as the energy required to raise the temperature of a unit mass of a substance by 1 degree. നിങ്ങൾ ഒരു യൂണിറ്റ് മാസ്, 1 കിലോഗ്രാം വെള്ളം എടുത്തു. 1 കിലോഗ്രാം വെള്ളം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി കൂട്ടാൻ എത്രമാത്രം ഹീറ്റ് കൊടുക്കണം? അതാണ് സ്പെസിഫിക് ഹീറ്റ്. ഓരോ മെറ്റീരിയലിനും ഇപ്പോൾ വെള്ളത്തിൻ്റെ സ്പെസിഫിക് ഹീറ്റ് ആവില്ല. വെള്ളത്തിനെ 10 ഡിഗ്രിയിൽ നിന്ന് 11 ഡിഗ്രി ആക്കാൻ വേണ്ടി വരുന്ന ഹീറ്റ് ആവില്ല ഒരു മെറ്റലിനെ 10 ഡിഗ്രിയിൽ നിന്ന് 11 ഡിഗ്രി ആക്കാൻ വേണ്ടത്. അത് ഓരോ മെറ്റീരിയൽ അനുസരിച്ച് അതിൻ്റെ സ്പെസിഫിക് ഹീറ്റ് മാറും. അപ്പോൾ അതിൻ്റെ യൂണിറ്റാണ്. അപ്പോൾ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. ജൂൾ എന്ന് പറഞ്ഞാൽ എത്ര ഹീറ്റ് കൊടുക്കണം, കിലോഗ്രാം എന്ന് വെച്ചാൽ എത്ര യൂണിറ്റ് മാസ്, കെൽവിൻ എന്ന് വെച്ചാൽ അതിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി കൂട്ടണം. അപ്പോൾ അതാണ് ഇതിൻ്റെ സ്പെസിഫിക് ഹീറ്റിൻ്റെ യൂണിറ്റ്. അടുത്ത നെക്സ്റ്റ് ഈസ് തെർമൽ കണ്ടക്ടിവിറ്റി. തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ദ എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു കണ്ടക്ട് ഹീറ്റ്. ഒരു മെറ്റീരിയലിന് ഹീറ്റ് കണ്ടക്ട് ചെയ്യാൻ ഉള്ള കഴിവിനെയാണ് തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടക്ഷൻ ഈസ് എ മോഡ് ഓഫ് എനർജി ട്രാൻസ്ഫർ ഡ്യൂ ടു ടെമ്പറേച്ചർ ഡിഫറൻസ് വിത്തിൻ എ ബോഡി ഓർ ബിറ്റ്വീൻ ബോഡീസ് ഇൻ തെർമൽ കോണ്ടാക്ട്. അപ്പോൾ പല തരത്തിലുള്ള
ടെമ്പറേച്ചർ ട്രാൻസ്ഫർ മെക്കാനിസംസ് ഉണ്ട്. ഒന്ന് കണ്ടക്ഷൻ, പിന്നെ കൺവെക്ഷൻ, റേഡിയേഷൻ, അങ്ങനെ പലതുണ്ട്. ഇതിൽ കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബോഡിയിലെ ഉള്ളിൽ തന്നെ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് ടെമ്പറേച്ചർ കോണ്ടാക്ട് വഴി മൂവ് ചെയ്യും. അല്ലെങ്കിൽ രണ്ട് കോണ്ടാക്റ്റിലിരിക്കുന്ന രണ്ട് ബോഡീസിൻ്റെ ഉള്ളിൽ ടെമ്പറേച്ചർ മൂവ് ചെയ്യും. അതിന് ടെമ്പറേച്ചർ എക്സ്ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടക്ഷൻ നടക്കുന്ന എങ്ങനെയാണ്, ഹയർ ടെമ്പറേച്ചറിൽ നിന്നും ലോവർ ടെമ്പറേച്ചറിലേക്കാണ്. അപ്പോൾ ഇത് ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇത് ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ലോയാണ് ഫൊറിയർ ലോ എന്ന് പറയും. ഈ ഫൊറിയർ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹീറ്റ് കണ്ടക്ഷന് വേണ്ടിയുള്ള ഇക്വേഷൻ ആണ്. ആ ഒരു ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് എന്താണ്, which states that the heat flow by conduction in any direction is proportional to the temperature gradient and area perpendicular to the flow direction and is in the direction of negative gradient. Negative gradient എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്കാണ് ഹീറ്റ് എപ്പോഴും ഫ്ലോ ആവുക. ആ ഹീറ്റ് ഫ്ലോ ആവുന്നത് -Ka/dT/dx. ഇവിടെ dt എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ ഡിഫറൻസ്, dx എന്ന് പറഞ്ഞാൽ രണ്ടും തമ്മിലുള്ള എത്ര ഡിസ്റ്റൻസിലിരിക്കുന്നു, എ എന്ന് വെച്ചാൽ ഏരിയ. അപ്പോൾ അതിൽ ആ കെ എന്ന് പറയുന്ന ടേമാണ് കണ്ടക്ടിവിറ്റി, തെർമൽ കണ്ടക്ടിവിറ്റി. അപ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റി ഇസ് ദ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ഇൻ ദ ഫൊറിയർ ഇക്വേഷൻ. ഈ ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇത് എഴുതി കഴിഞ്ഞാൽ, ഇത് എഴുതി ഈ മെഷർ ഓഫ് എബിലിറ്റി ഓഫ് മെറ്റീരിയൽ ടു കണ്ടക്ട് എ ഹീറ്റ് ഇത്രയും എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ മാർക്ക് ഫുള്ള് ആയിട്ട് കിട്ടും. ആ കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷനാണ്, യൂണിറ്റ് ആണ് വാട്ട് പെർ മീറ്റർ കെൽവിൻ. നെക്സ്റ്റ് തെർമൽ റെസിസ്റ്റൻസ്. തെർമൽ റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ നേരെ കണ്ടക്ടിവിറ്റിയുടെ ഓപ്പോസിറ്റ്, റെസിസ്റ്റൻസ് ടു ട്രാൻസ്ഫർ ടെമ്പറേച്ചർ, ഹീറ്റ്. അതാണ് എന്താ തെർമൽ റെസിസ്റ്റൻസ്. തെർമൽ ഡിഫ്യൂസിവിറ്റി ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ തെർമൽ കണ്ടക്ടിവിറ്റി ആൻഡ് ഹീറ്റ് റിക്വയർഡ് പെർ യൂണിറ്റ് വോളിയം. ഒരു മെറ്റീരിയലിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റിയും അതിന് എത്ര ഹീറ്റ് ഒരു ഡിഗ്രി കൂട്ടാൻ വേണം എന്നുള്ളതിന് തമ്മിലുള്ള റേഷ്യോ ആണ് തെർമൽ ഡിഫ്യൂസിവിറ്റി. അപ്പോൾ അതെന്താ പറയുക, ഒരു ബോഡി ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ അത് എത്രമാത്രം നമുക്ക് ഹീറ്റ് അത് സ്പ്രെഡ് ചെയ്യും. ഒരു ഹോട്ട് ബോഡി ഇരിക്കുകയാണെങ്കിൽ ആ ബോഡി എത്രമാത്രം സറൗണ്ടിങ്ങിലേക്ക് ഹീറ്റ് സ്പ്രെഡ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് തെർമൽ ഡിഫ്യൂസിവിറ്റി. അവിടെ K/ρCp. K എന്ന് വെച്ചാൽ എന്താണ്, കണ്ടക്ടിവിറ്റി. CP എന്ന് വെച്ചാൽ സ്പെസിഫിക് ഹീറ്റ് എന്ന് വെച്ചാൽ ഹീറ്റ് റിക്വയർഡ് പെർ യൂണിറ്റ് വോളിയം. പിന്നെ റോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെൻസിറ്റി. ഓക്കെ, നെക്സ്റ്റ് മാഗ്നറ്റിക്. ഇവിടെ ഈ തെർമൽ പ്രോപ്പർട്ടീസ് ലിസ്റ്റ് എനി 5 തെർമൽ പ്രോപ്പർട്ടീസ്, എക്സ്പ്ലെയിൻ വാട്ട് ഈസ് സ്പെസിഫിക് ഹീറ്റ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഈ ഏരിയയിൽ നിന്ന് ചോദിച്ചു കണ്ടിട്ടുള്ളത്. നെക്സ്റ്റ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിൽ റിലക്റ്റൻസ് എന്ന് വെച്ചാൽ ഇത് റെസിസ്റ്റൻസ് ഓഫേർഡ് ടു ദി പാസേജ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. മറ്റേ ഇലക്ട്രിസിറ്റിയുടെ കേസിൽ റെസിസ്റ്റൻസ് എന്ന് പറയും. എന്താ, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാനുള്ള റെസിസ്റ്റൻസ് എന്ന് പറയും. ഇവിടെ ഇതിനെ റിലക്റ്റൻസ് എന്ന് പറയും. റിലക്റ്റൻസിന്റെ ഓപ്പോസിറ്റ് ആണ് പെർമിയൻസ്. റിലക്റ്റൻസ് എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് ഓഫേർഡ് ടു മാഗ്നറ്റിക് ഫ്ലക്സ്, മറ്റത് അതിന്റെ നേരെ ഓപ്പോസിറ്റ്, എത്രമാത്രം പെട്ടെന്ന് മാഗ്നറ്റിക് ഫ്ലക്സിനെ കടത്തിവിടും എന്നുള്ളതാണ് പെർമിയൻസ്. നെക്സ്റ്റ് മാഗ്നറ്റിക് ഹിസ്റ്ററീസസ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു മെറ്റീരിയലിനെ മാഗ്നറ്റൈസ് ചെയ്ത് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഇലക്ട്രിസിറ്റി എന്തെങ്കിലും പാസ് ചെയ്തിട്ട്, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ഇതിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. എന്നിട്ട് ആ ഇലക്ട്രിസിറ്റി ഓഫ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ ഇലക്ട്രിക് ഫീൽഡ് പോയി കഴിഞ്ഞാലും അതിനുള്ളിൽ മാഗ്നറ്റിക് ഫീൽഡ് നിൽക്കും. നമ്മളിപ്പോൾ മോട്ടറിലും ഇതിലുമൊക്കെ ജനറേറ്ററിലുമൊക്കെ എങ്ങനെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മോട്ടറിൽ എങ്ങനെയാണ് മോഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നമ്മുടെ അല്ലെങ്കിൽ ട്രാൻസ്ഫോമറിൽ ഒക്കെ കോയിലും അതിൻ്റെ ഉള്ളൊരു കോറും ഉണ്ടാവും. അപ്പോൾ ആ കോയിലിൽ കൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഉള്ളിലുള്ള കോറിൽ എന്ത് പറ്റും, ഒരു മാഗ്നറ്റിസം ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെവലപ്പ് ചെയ്യും. എന്നിട്ട് ഇലക്ട്രിസിറ്റി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഐഡിയലി എന്ത് ചെയ്യണം, ആ മാഗ്നറ്റിസം പോകണം. കോറിൽ ആ ഉള്ള മെറ്റീരിയലിൽ നിന്ന് അതിൻ്റെ മാഗ്നറ്റിക് എഫക്റ്റ് പോകണം. പക്ഷെ അത് ഇലക്ട്രിസിറ്റി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പോകില്ല, അത് കുറച്ച് അതിൽ നിൽക്കും. അതിനെയാണ് മാഗ്നറ്റിക് ഹിസ്റ്ററീസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ ഒരു പ്രോപ്പർട്ടി, അങ്ങനെ നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നറ്റിസം നിൽക്കുന്ന പ്രോപ്പർട്ടിയാണ് എന്താണ്, മാഗ്നറ്റിക് ഹിസ്റ്ററീസിസ്. നെക്സ്റ്റ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്, റെസിസ്റ്റൻസ് ആൻഡ് റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റൻസ് എന്താണ്,
it is the property of a substance to which it opposes the flow of electricity. Flow of electricity എന്ന് വെച്ചാൽ flow of electrons. ഇലക്ട്രോൺസിന്റെ ഫ്ലോയെ റെസിസ്റ്റ് ചെയ്യുന്നതിനെയാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓം ആണ്. പിന്നെ അത് ഏതൊക്കെയാണ് പൂവർ കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ ഗുഡ് റെസിസ്റ്റർ ഏതൊക്കെയുണ്ടെന്നുള്ളതാണ് എക്സാമ്പിൾ ഒന്ന് രണ്ടെണ്ണം പറഞ്ഞു. പിന്നെ ഈ റെസിസ്റ്റൻസ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് വേരീസ് ഡയറക്ട്ലി വിത്ത് ലെങ്ത്. നമ്മളൊരു വയറിൽ കൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ലെങ്ത് കൂടുന്തോറും റെസിസ്റ്റൻസ് കൂടും. ഇൻവേഴ്സ്ലി വിത്ത് ക്രോസ് സെക്ഷൻ ഏരിയ കുറയും തോറും എന്താണ് റെസിസ്റ്റൻസ് കൂടും. അതുപോലെ തന്നെ ഡിപ്പെൻഡ്സ് ഓൺ നാച്ചർ ഓഫ് മെറ്റീരിയലിൻ്റെ ഒരു നാച്ചുറൽ പ്രോപ്പർട്ടിയെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ റെസിസ്റ്റൻസ് ഈക്വൽ ടു റോ ഇൻറ്റു L/A, അതാണ് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ. ഇവിടെ L എന്ന് വെച്ചാൽ ലെങ്ത്, A എന്ന് വെച്ചാൽ ഏരിയ. ആ റോയെ പറയുന്ന പേരാണ് സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓർ റെസിസ്റ്റിവിറ്റി. അപ്പോൾ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓർ റെസിസ്റ്റിവിറ്റി ഓഫ് എ മെറ്റീരിയൽ മേ ബി ഡിഫൈൻഡ് ആസ് ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ എ യൂണിറ്റ് ക്രോസ് സെക്ഷൻ. ഇവിടെ ഏരിയ ഒന്ന് ലെങ്ത് ഒന്നാക്കി, ഏരിയ യൂണിറ്റി ആക്കി ലെങ്ത് യൂണിറ്റി ആക്കിയാൽ എത്രമാത്രം റെസിസ്റ്റൻസ് കിട്ടുമോ അതിനെയാണ് എന്താണ് നമ്മൾ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. യൂണിറ്റ് ക്രോസ് സെക്ഷൻ ഓഫ് എ മെറ്റീരിയൽ ഓഫ് യൂണിറ്റ് ലെങ്ത്. റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ എ യൂണിറ്റ് ക്രോസ് സെക്ഷൻ ഓഫ് എ മെറ്റീരിയൽ ഓഫ് യൂണിറ്റ് ലെങ്ത്, അതിനെയാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കണ്ടക്റ്റൻസ് റെസിസ്റ്റിവിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ്. കപ്പാസിറ്റൻസ് എന്ന് വെച്ചാൽ രണ്ട് പ്ലേറ്റിൻ്റെ ഇടയ്ക്ക് എത്ര ചാർജ് വേണം അതിനെ ചാർജ് ചെയ്യാൻ, ഒരു യൂണിറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ എത്രമാത്രം ചാർജ് സപ്ലൈ ചെയ്യണമെന്നുള്ളതാണ് കപ്പാസിറ്റൻസ്. അപ്പോൾ കപ്പാസിറ്റൻസ് ഈക്വൽ ടു ചാർജ് ഡിവൈഡ് ബൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അതിൻ്റെ യൂണിറ്റ് കൊളം പെർ വോൾട്ട്. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് കവർ ചെയ്യാണ്. നെക്സ്റ്റ്, കെമിക്കൽ പ്രോപ്പർട്ടീസ് മെയിനായിട്ട് 3 കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണുള്ളത്. അതിൽ കൊറോഷൻ റെസിസ്റ്റൻസ്, അസിഡിറ്റി, ആൽക്കലിനിറ്റി. കൊറോഷൻ റെസിസ്റ്റൻസ് ടു കൊറോഷൻ. അപ്പോൾ ഒരു കൊറോഷൻ എന്ന് വെച്ചാൽ ഒരു ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ ആണ്, അതിനുള്ള റെസിസ്റ്റൻസിനാണ് കൊറോഷൻ റെസിസ്റ്റൻസ്. അസിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് എ സബ്സ്റ്റൻസ് ദാറ്റ് കണ്ടെയ്ൻസ് ഹൈഡ്രജൻ. അതിന് ഹൈഡ്രജൻ ഉള്ള ഒരു മെറ്റീരിയൽ ഏതെങ്കിലും വേറെ എന്തെങ്കിലും മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു സോൾട്ട് ഫോം ചെയ്യുന്നതിനെയാണ് എന്താണ് അസിഡിറ്റി എന്ന് പറയുന്നത്. ആൽക്കലൈനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് സോൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ളതിനെയാണ് ആൽക്കലൈനിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അത് മെറ്റീരിയലിന് അടുത്ത മെറ്റീരിയലായിട്ട് റിയാക്റ്റീവ് ഉള്ള കപ്പാസിറ്റിയാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഇവിടെയും കെമിക്കൽ പ്രോപ്പർട്ടീസിലും സാധാരണ ചോദിച്ചു കണ്ടുള്ള ലിസ്റ്റ് ഇനി 2 കെമിക്കൽ പ്രോപ്പർട്ടീസ് 3 കെമിക്കൽ പ്രോപ്പർട്ടീസ് നിങ്ങളുടെ സിലബസിൽ 3 കെമിക്കൽ പ്രോപ്പർട്ടീസേ പറയുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഇസ് ദ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ടെസ്റ്റിംഗ് ഓഫ് മെറ്റീരിയൽസ്. അപ്പോൾ എന്താണ് ടെസ്റ്റിംഗ് ഓഫ് മെറ്റീരിയൽസ്? ടെസ്റ്റിംഗ് ഓഫ് മെറ്റീരിയൽസ് ആർ കണ്ടക്റ്റഡ് ടു സ്റ്റഡി ദ ബിഹേവിയർ ഓഫ് ഗിവൺ മെറ്റീരിയൽ അണ്ടർ ഡിഫറെൻറ്റ് കണ്ടീഷൻ. അപ്പോൾ നമ്മൾ ഈ പഠിച്ച പ്രോപ്പർട്ടിയൊക്കെ ഒരു മെറ്റീരിയലിൻ്റെ ഈ നേരത്തെ പഠിച്ച പ്രോപ്പർട്ടിയൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെറ്റീരിയലിൻ്റെ ടെസ്റ്റ് നടത്തുന്നത്. ഈ പ്രോപ്പർട്ടിയൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്ന മെറ്റീരിയൽ ടെസ്റ്റിംഗ് നടത്തിയിട്ടാണ്. 2 തരത്തിലുള്ള ടെസ്റ്റിംഗ് ആണുള്ളത്, ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിങ്ങും നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ്. ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ ആ മെറ്റീരിയൽ എന്ത് പറ്റും, ആ മെറ്റീരിയൽ ബ്രേക്ക് ആവും, ഫെയിലൂർ ആവും, പിന്നെ നമുക്ക് ആ മെറ്റീരിയലിനെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ അതുപോലെ തന്നെ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്പെസിമെൻ എന്ത് പറ്റും, അതിന് വേറെ ഫെയിലൂർ ഒന്നും, അതിന് വേറെ ഡാമേജസ് ഒന്നും പറ്റില്ല. നമുക്ക് ആ സ്പെസിമെനെ വീണ്ടും നമുക്ക് എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കിയത് അതിനു വേണ്ടി ഉപയോഗിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, ടെൻസൈൽ ടെസ്റ്റിൻ്റെ കേസിൽ എന്ത് പറ്റും, നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സ്പെസിമെൻ ലാസ്റ്റ് ബ്രേക്ക് ആവും. നിങ്ങൾ ഐസോഡ് ചാർപ്പി ടെസ്റ്റ് ഒക്കെ ചെയ്തവർക്കാണെങ്കിൽ അറിയാം, ആ സ്പെസിമെൻ ബ്രേക്ക് ആവും. അപ്പോൾ അത് പിന്നെ നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിൻ്റെ കേസിൽ അങ്ങനെയല്ല. അപ്പോൾ ഇവിടെ ചോദിച്ച് കണ്ടിട്ടുണ്ട് ലിസ്റ്റ് എനി 3 or 4 നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ്. നിങ്ങളുടെ സിലബസിൽ മെയിനായിട്ട് 3 ടെസ്റ്റിങ് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിങ്ങേ പറയുന്നുള്ളൂ. LPT, ലിക്വിഡ് പെനിട്രന്റ് ടെസ്റ്റ്, അൾട്രാസോണിക് ടെസ്റ്റ്, റേഡിയോഗ്രാഫി ടെസ്റ്റ്. പിന്നെയും പല ടെസ്റ്റുകളുണ്ട്, വിഷ്വൽ ഇൻസ്പെക്ഷൻ ഉണ്ട്, മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ഉണ്ട്. പക്ഷേ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നത് മെയിനായിട്ടും 3 ടെസ്റ്റുകളാണ് പറയുന്നത്, ലിക്വിഡ് പെനിട്രന്റ് ടെസ്റ്റ്, അൾട്രാസോണിക് ടെസ്റ്റ്, റേഡിയോഗ്രാഫി ടെസ്റ്റ്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിങ്ങിൽ ടെൻസൈൽ ടെസ്റ്റ്, കംപ്രസീവ് ടെസ്റ്റ്, ഇമ്പാക്ട് ടെസ്റ്റ്, ഹാർഡ്നെസ് ടെസ്റ്റ്, ഫെറ്റിക് ടെസ്റ്റ്, ക്ലീപ്പ് ടെസ്റ്റ്. ഇത്രയും ടെസ്റ്റുകളാണ് നിങ്ങളുടെ സിലബസിൽ പറയുന്നത്. ഇത് നിങ്ങൾ മിക്കവാറും ടെൻസൈൽ ടെസ്റ്റ്, ഇമ്പാക്ട് ടെസ്റ്റ്, ഹാർഡ്നെസ് ടെസ്റ്റ് ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഓൾറെഡി MT മെറ്റീരിയൽ ടെസ്റ്റിംഗ് ലാബിൽ നിങ്ങൾ ഈ ടെസ്റ്റുകളെല്ലാം പെർഫോം ചെയ്തിട്ടുണ്ടാവും. നെക്സ്റ്റ്, അപ്പോൾ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിങ്ങിൽ ഫസ്റ്റ് കേസാണ് ടെൻസൈൽ ടെസ്റ്റ്. ഈ ടെൻസൈൽ ടെസ്റ്റും സ്ട്രെസ് സ്ട്രെയിൻ കർവും ഒരുവിധപ്പെട്ട എല്ലാ എക്സാമിനും 8 മാർക്കിന് അല്ലെങ്കിൽ 6 മാർക്കിന് ചോദിച്ച് കാണാറുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ക്വസ്റ്റ്യൻ ഇത് പഠിച്ചിരിക്കണം. ടെൻസൈൽ ടെസ്റ്റ് ഈസ് കണ്ടക്റ്റഡ് ടു സ്റ്റഡി ദ ബിഹേവിയർ ഓഫ്
the given material under tensile load and evaluate the tensile mechanical properties of material. നമ്മൾ ടെൻസൈൽ ടെസ്റ്റ് എന്തിനാണ് ചെയ്യുന്നത്? ടെൻസൈൽ ടെസ്റ്റ് ചെയ്യുന്നത് ഒരു മെറ്റീരിയലിൽ ടെൻസൈൽ ലോഡ് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ടെൻസൈൽ പ്രോപ്പർട്ടീസ്, ടെൻസൈൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ലൈക്ക് ടെൻസൈൽ സ്ട്രെങ്ത്, yield സ്ട്രെങ്ത്, ഫെയിലുവർ സ്ട്രെങ്ത്, സ്ട്രെയിൻ, അതെല്ലാം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെൻസൈൽ സ്ട്രെങ്ത് കണ്ടക്ട് ചെയ്യുന്നത്. ടെൻസൈൽ സ്ട്രെങ്ത് ഏത് മെഷീനിലാണ് കണ്ടക്ട് ചെയ്യുന്നത്? യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീനിലാണ് ടെൻസൈൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. അപ്പോൾ UTM യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീനിൽ എന്തോ ഒരു ഫിക്സ്ഡ് ജോ ഉണ്ട്, ഒരു മൂവബിൾ ജോ ഉണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു സ്പെസിമെൻ ഫിക്സ് ചെയ്യും. ആ സ്പെസിമെനിൽ നമ്മൾ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഗേജ് ലെങ്ത് ഒക്കെ മാർക്ക് ചെയ്യും. എന്നിട്ട് ഒറിജിനൽ ക്രോസ് സെക്ഷൻ ഏരിയ ആദ്യമേ നമ്മൾ മെഷർ ചെയ്യും. എന്നിട്ട് അത് നമ്മൾ ആ ജോസിൽ ഫിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ലോഡ് അപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് ലോഡ് നമുക്ക് ഡയലിൽ നിന്ന് മെഷർ ചെയ്യാം. അതുപോലെ എക്സ്റ്റൻസോമീറ്ററിൽ നമുക്ക് എക്സ്റ്റൻഷനും മെഷർ ചെയ്യാം. അപ്പോൾ ലോഡ് ഗ്രാജുവലി നമ്മൾ ഇൻക്രീസ് ചെയ്യും. ലോഡ് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്തിട്ട് നമുക്ക് ആദ്യം ഒരു നെക്ക് ഈൽഡിങ് വരുന്നവരെ എടുക്കും. എന്നിട്ട് അതിൻ്റെ വാല്യൂ എടുക്കും. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക് ആവുന്ന സ്ഥലത്ത് നെക്കിങ് ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ എടുക്കും. പിന്നെ ബ്രേക്ക് ആവുന്നു. അങ്ങനെ നമ്മൾ ലോഡും എക്സ്റ്റൻഷനും കാൽക്കുലേറ്റ് കണ്ടുപിടിക്കും. അതിൽ നിന്ന് നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരയ്ക്കും. അപ്പോൾ UTMൻ്റെ ഈ ഫിഗർ വരയ്ക്കാൻ അറിയണം. UTM ചില ക്വസ്റ്റ്യനിൽ ചോദിക്കാറുണ്ട്, എക്സ്പ്ലെയിൻ ടെൻസൈൽ ടെസ്റ്റ് ഡ്രോയിങ് ദ ഫിഗർ ഓഫ് UTM ആൻഡ് ഫൈനലി ഡ്രോ എ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ ഡക്റ്റൈൽ മെറ്റീരിയൽ. ഡക്റ്റൈൽ മെറ്റീരിയലിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരയ്ക്കാനും ടെൻസൈൽ ടെസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനുമായിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ എ ഡക്റ്റൈൽ മെറ്റീരിയൽ ലൈക്ക് സ്റ്റീൽ അല്ലെങ്കിൽ ലൈക്ക് മൈൽഡ് സ്റ്റീൽ. അപ്പോൾ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഡ്രോ എ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ഫോർ ഡക്റ്റൈൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഫിഗർ വരയ്ക്കുക. അല്ലെങ്കിൽ ഡ്രോ എ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ഫോർ ഡക്റ്റൈൽ മെറ്റീരിയൽ ലൈക്ക് മൈൽഡ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ഈ ഫിഗർ വരയ്ക്കുക. പക്ഷേ ചില കേസിൽ ഈ ഫിഗർ വല്ല നമുക്ക് അവിടേക്ക് ആ സമയത്ത് പോവാം. ഇപ്പോഴും ഇവിടെ ഇത് നോക്കാം. അപ്പോൾ ഇവിടെ മൈൽഡ് സ്റ്റീൽ വരയ്ക്കുമ്പോൾ എന്ത് പറ്റും? ആദ്യം നമ്മൾ ലോഡ് അപ്ലൈ ചെയ്തു, ലോഡ് പതുക്കെ കൂട്ടി വന്നു, ഒരു പോയിന്റ് വരെ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അതിനെ ഹുക്സ് ലോ എന്ന് പറയും. അത് ഏതുവരെ ഹോൾഡ് ചെയ്യും? ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി പോയിന്റ് A വരെ ഹോൾഡ് ചെയ്യും. അടുത്ത ആ ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് മുകളിലായിട്ട് B അല്ല, Bക്കും Aക്കും ഇടയ്ക്ക് ഒരു പോയിന്റിനെയാണ് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുക. ഈ Bക്കും ഇടയ്ക്ക് Aക്കും ഇടയ്ക്കുള്ള ഒരു പോയിന്റാണ് ഇലാസ്റ്റിക് ലിമിറ്റ്. അവിടെ എന്ത് പറ്റും? അവിടെ വരെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി നിൽക്കും, ഇലാസ്റ്റിസിറ്റി ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും? സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി വരെ ഉള്ളൂ. അത് കഴിഞ്ഞാലും എന്ത് പറ്റും? ഈ ഷേപ്പ് ഒറിജിനൽ ആവും. നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഷേപ്പ് മാറിക്കഴിഞ്ഞാലും ആ ഷേപ്പ് തിരിച്ച് ഒറിജിനൽ ലോഡ് റിമൂവ് ചെയ്യുമ്പോൾ തിരിച്ച് ഒറിജിനൽ ഷേപ്പിലേക്ക് വരും. ആ പോയിന്റിനാണ് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹുക്സ് ലോ ഹോൾഡ് അപ് ടു ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആണ്. ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി വരെ ഇതിങ്ങനെ യൂണിഫോം ആയിട്ട് ഇൻക്രീസ് ആയി പോകും, ഇങ്ങനെ ലീനിയർ ആയിട്ട് പോകും. അത് കഴിയുമ്പോൾ ചെറിയ നോൺ ലീനിയർ ആവും ആ കർവ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇതൊക്കെ സാധാരണ നിങ്ങളുടെ ഒരു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ്. ഹുക്സ് ലോ ഹോൾഡ്സ് അപ് ടു ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി, ഇലാസ്റ്റിക് ലിമിറ്റ്. അപ്പോൾ കുറേ പേര് തെറ്റിക്കും. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് അപ്പർ ഈൽഡ് പോയിന്റ്. അപ്പർ ഈൽഡ് പോയിന്റ് എന്ന് വെച്ചാൽ സ്ട്രെസ് അറ്റ് വിച്ച് ലോഡ് സ്റ്റാർട്ട്സ് റെഡ്യൂസിങ് ആൻഡ് ദ എക്സ്റ്റൻഷൻ ഇൻക്രീസസ്. നിങ്ങൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ കാണാം ലോഡ് അധികം കൂടില്ല, ലോഡ് കുറയും. അത് അതിനനുസരിച്ച് പക്ഷേ സ്ട്രെയിൻ കൂടും. അപ്പോൾ ആ പോയിന്റിനെയാണ് അപ്പർ ഈൽഡ് പോയിന്റ് എന്ന് പറയുന്നത്. ലോവർ ഈൽഡ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രെസ് റിമെയിൻസ് കോൺസ്റ്റന്റ്, സ്ട്രെസ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും, സ്ട്രെയിൻ വീണ്ടും ഇൻക്രീസ് ആവും. അപ്പോൾ അതിനെയാണ് ലോവർ ഈൽഡ് പോയിന്റ് എന്ന് പറയുന്നത്. ആ പോയിന്റുകളിൽ സ്ട്രെയിൻ ഹാർഡനിങ് ഒക്കെ സംഭവിക്കും. അതൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആണ്, അതൊന്നും വേണ്ട. നിങ്ങൾ ഈ പോയിന്റിനെ ഒന്ന് ജസ്റ്റ് നെയിം ചെയ്താൽ മതി. അപ്പർ ഈൽഡ് പോയിന്റ് എന്താണ്, ലോവർ ഈൽഡ് പോയിന്റ് എന്താണ്. നെക്സ്റ്റ് അൾട്ടിമേറ്റ് സ്ട്രെസ്. അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് വെച്ചാൽ അവിടെ എന്ത് പറ്റും? മാക്സിമം സ്ട്രെസ് മെറ്റീരിയൽ ക്യാൻ റെസിസ്റ്റ്. അത് കഴിയുമ്പോൾ അൾട്ടിമേറ്റ് സ്ട്രെസ്സിൻ്റെ അവിടെ എന്ത് പറ്റും? നെക്കിങ് വരും. നെക്കിങ് വരുമ്പോൾ ആ ഏരിയ റെഡ്യൂസ് ചെയ്യും. അപ്പോൾ അത് കാണുമ്പോൾ അറിയാം നിങ്ങളുടെ ഫിഗറിൽ സ്ട്രെസ് വീണ്ടും താഴേക്ക് വരും, കുറയും. അതെന്തുകൊണ്ടാണ്? അവിടെ ഏരിയ റെഡ്യൂസ് ചെയ്യുന്ന കാരണം. അങ്ങനെ താഴേക്ക് വന്നിട്ട് താഴെ ഒരു പോയിന്റിൽ ബ്രേക്കിംഗ് പോയിന്റ്, അവിടെ എന്ത് പറ്റും? സ്പെസിമെൻ ബ്രേക്ക് ആവും. അപ്പം മെയിനായിട്ടും 5 പോയിന്റുകളാണ് നിങ്ങളിവിടെ ഇതിൽ മാർക്ക് ചെയ്യേണ്ടത്. ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി, ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റിയുടെ കൂടെ തന്നെ ഇലാസ്റ്റിക് ലിമിറ്റ് പറയാം. അത് ഒരു പോയിന്റായിട്ട് മാർക്ക് ചെയ്യേണ്ട. ലിമിറ്റ് ഓഫ് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്ന എന്താണെന്നുള്ളത് പറയുക. പിന്നെ B അപ്പർ ഈൽഡ് പോയിന്റ്, C ലോവർ ഈൽഡ് പോയിന്റ്, D
അൾട്ടിമേറ്റ് സ്ട്രെസ് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്കിംഗ് പോയിന്റ്, അൾട്ടിമേറ്റ് സ്ട്രെസ് പോയിന്റ് ഇ എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ് പോയിന്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു ഡക്റ്റൈൽ മെറ്റീരിയലിന്റെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വരയ്ക്കേണ്ടത്. അല്ലെങ്കിൽ ഡക്റ്റൈൽ മെറ്റീരിയൽ ലൈക്ക് മൈൽഡ് സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വരയ്ക്കേണ്ടത്. നെക്സ്റ്റ്, ഇപ്പോൾ ഇവിടെ ഈൽഡ് സ്ട്രെങ്ത് ഒക്കെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം. ഈൽഡ് ലോഡ് ബൈ ഇനിഷ്യൽ ക്രോസ് സെക്ഷൻ ഏരിയ, എല്ലായിടത്തും ഇനിഷ്യൽ ക്രോസ് സെക്ഷൻ ഏരിയ ആണ് യൂസ് ചെയ്യുന്നത്. അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഡിവൈഡ് ബൈ അൾട്ടിമേറ്റ് ലോഡ് ഡിവൈഡ് ബൈ ഇനിഷ്യൽ ക്രോസ് സെക്ഷൻ ഏരിയ. പെർസെൻറ്റേജ് ഇലോങ്ങേഷൻ എങ്ങനെയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം. ഫൈനൽ ലെങ്ത് മൈനസ് ഇനിഷ്യൽ ലെങ്ത് ഡിവൈഡ് ബൈ ഇനിഷ്യൽ ലെങ്ത്. അതുപോലെ തന്നെ പെർസെൻറ്റേജ് മൾട്ടിപ്ലൈഡ് ബൈ 100 ചെയ്യുമ്പോഴാണ് പെർസെൻറ്റേജ് കിട്ടുക. അതുപോലെ തന്നെ ഇനിഷ്യൽ ഏരിയ എന്ന് വെച്ചാൽ ഇനിഷ്യൽ ഏരിയ മൈനസ് ഫൈനൽ ഏരിയ ഡിവൈഡ് ബൈ ഇനിഷ്യൽ ഏരിയ ചെയ്യുമ്പോൾ പെർസെൻറ്റേജ് റിഡക്ഷൻ ഇൻ ഏരിയ കിട്ടും. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ചെയ്തിട്ടുള്ളതാണ്, കാൽക്കുലേഷൻ ചെയ്തിട്ടുള്ളതാണ്. ഈ നെക്സ്റ്റ് ഗ്രാഫ് എന്ന് വെച്ചാൽ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ഫോർ ഡക്റ്റൈൽ മെറ്റീരിയൽ ലൈക്ക് അലുമിനിയം. അലുമിനിയത്തിൻ്റെ കേസിൽ എന്താണ് പ്രത്യേകത? അവിടെ നമുക്കൊരു ക്ലിയർ കട്ടായിട്ടുള്ള അപ്പർ ഈൽഡ് പോയിന്റ് ലോവർ ഈൽഡ് പോയിന്റ് ഇല്ല. ഇവിടെ നമുക്ക് ഒരു ക്ലിയർ കട്ടായിട്ടുള്ള അപ്പർ ഈൽഡ് പോയിന്റ് ലോവർ ഈൽഡ് പോയിന്റ് ഇല്ല. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ വരുമ്പോൾ ഓഫ്സെറ്റ് സ്ട്രെസ് കൺസിഡർ ചെയ്യും. 2% നമ്മുടെ സ്ട്രെയിൻ ആക്സിസിൽ 2% എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.002 എന്ന് പറയുന്ന സ്ട്രെയിൻ വരുന്ന ലൊക്കേഷനിൽ ഈ നമ്മുടെ ഈ ലീനിയർ ആയിട്ട് പോകുന്ന ആ ലൈനിന് പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കും. ആ ലൈൻ ഈ സ്ട്രെസ് സ്ട്രെയിൻ കർവിൽ എവിടെ ടച്ച് ചെയ്യുന്നു ആ പോയിന്റിനെ ഈൽഡ് പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങൾ എഴുതണം. ഇപ്പോൾ ലൈക്ക് അലുമിനിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാഫാണ് വരയ്ക്കേണ്ടത്. ജനറൽ ആയിട്ട് ഡക്റ്റൈൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഗ്രാഫ് വരയ്ക്കും. ഫോർ അലുമിനിയം എന്ന് സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ മാത്രമേ ഈ ഗ്രാഫ് വരയ്ക്കാവൂ. അവിടെ ക്ലിയർ കട്ടായിട്ട് ഈൽഡ് പോയിന്റ് ഇല്ല എന്ന് പറയണം. ആ ഈൽഡ് പോയിന്റ് ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് സ്ട്രെയിൻ ആക്സിസിൽ 2% ഓഫ്സെറ്റിൽ ഒരു ലൈൻ പാരലായിട്ട് വരച്ചിട്ട് അവിടെയാണ് ഈൽഡ് പോയിന്റ് മാർക്ക് ചെയ്യുന്നത് എന്നുള്ളത് എഴുതുക. ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് അടുത്തത് സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ഫോർ ബ്രിട്ടിൽ മെറ്റീരിയൽ. ബ്രിട്ടിൽ മെറ്റീരിയലിന്റെ പ്രത്യേകത എന്താ? അതിന് പ്രത്യേകിച്ച് അതിന്റെ ഈൽഡിങ്ങോ അങ്ങനെ ഒന്നും കാണിക്കില്ല. അതിന്റെ എന്താണ് ബ്രിട്ടിൽ മെറ്റീരിയൽ ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ദ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ആൻഡ് ദ ബ്രേക്കിംഗ് സ്ട്രെങ്ത്. അതിന് മുമ്പ് നമ്മൾ എന്താ നോട്ടീസബിൾ ചേഞ്ച് ഇൻ എലോങ്ങേഷൻ ഒന്നും കാണിക്കില്ല. പ്രത്യേകിച്ച് അതിന്റെ ലെങ്ത് ഒന്നും ചേഞ്ച് ആവുന്നത് കാണില്ല. നമ്മൾ ലോഡ് ഇൻക്രീസ് ചെയ്ത് വരുമ്പോൾ എന്ത് പറ്റും? പെട്ടെന്ന് ഒരു പോയിന്റിൽ അത് ബ്രേക്ക് ആവും ബ്രിട്ടിൽ മെറ്റീരിയൽ. അപ്പോൾ എന്താ ബ്രിട്ടിൽ മെറ്റീരിയലിന്റെ എക്സാമ്പിൾ ആണ് കാസ്റ്റ് അയൺ. നമ്മൾ കാസ്റ്റ് അയൺ മെറ്റീരിയൽ ബ്രിട്ടിൽ മെറ്റീരിയലാണ്. അലുമിനിയവും മൈൽഡ് സ്റ്റീലും ഒക്കെ എന്താണ്? അത് ഡക്റ്റൈൽ മെറ്റീരിയലാണ്. ഇതും നിങ്ങളുടെ ഒരു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ കാസ്റ്റ് അയൺ ഏതാണ്? ബ്രിട്ടിലാണോ ഡക്റ്റൈലാണോ എന്ന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ബ്രിട്ടിൽ മെറ്റീരിയലിന്റെ എന്താ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബ്രിട്ടിൽ മെറ്റീരിയലിന്റെ ചോദിച്ച് കണ്ടിട്ടില്ല, നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. നെക്സ്റ്റ് കംപ്രസീവ് ടെസ്റ്റ്. കംപ്രസീവ് ടെസ്റ്റ് പറഞ്ഞാൽ എന്താ? നേരെ ടെൻഷൻ ടെസ്റ്റിന്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ ടെൻഷൻ ടെസ്റ്റിന് ഇവിടെ ഈ ഫിഗറിൽ നമ്മൾ എന്താ ഇവിടെയാണ് ലോഡ് ചെയ്തത്. എന്നിട്ട് ഈ ജോ നമ്മൾ താഴ്ത്തുമ്പോൾ എന്ത് പറ്റും? ഇത് ഇവിടെ എന്താ എക്സ്റ്റൻഷൻ ഉണ്ടാവും, ടെൻസൈൽ ലോഡ് അപ്ലൈ ആകും. പക്ഷെ നമ്മൾ സ്പെസിമെൻ ഇവിടെയാണ് വെച്ചിട്ട് ഇതിനെ താഴ്ത്തുന്നതെങ്കിലോ ഈ ഇവിടുത്തെ സ്പെസിമെൻ എന്താ കംപ്രസ് ആവും. അപ്പോൾ അതിനെ കംപ്രഷൻ ടെസ്റ്റ് ആണ്. UTM തന്നെയാണ് കംപ്രഷൻ ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ ഡക്റ്റൈൽ മെറ്റീരിയൽ ആണെങ്കിൽ എന്ത് പറ്റും? ഇങ്ങനെ ഇരിക്കുന്ന ഒരു ബാർ എന്ത് പറ്റും? ഇങ്ങനെ ബൾജാവും. അതാണ് കംപ്രഷൻ ടെസ്റ്റിൽ വരുന്നത്. അങ്ങനെയാണ് അത് ഫെയിൽ ആവുന്നത്. അപ്പോൾ ഡക്റ്റൈൽ മെറ്റീരിയൽസ് അറ്റൈൻ എ ബൾജ് ഷേപ്പ് ഒരു ബാരൽ ഷേപ്പ് ആഫ്റ്റർ റീച്ചിങ് മാക്സിമം കംപ്രഷൻ ലോഡ്. നോ ഫ്രാക്ചർ ടേക്ക് പ്ലേസ് ആൻഡ് ദർ ഈസ് ചേഞ്ച് ഇൻ ക്രോസ് സെക്ഷൻ. അപ്പം ഡക്റ്റൈൽ മെറ്റീരിയലിന്റെ കേസിൽ അതിങ്ങനെ ബാരൽ പോലെ ആവും. പക്ഷെ ബ്രിട്ടിൽ മെറ്റീരിയൽ ആണെങ്കിൽ എന്തോ അവിടെ അത് ഫ്രാക്ചർ ആവും. കംപ്രഷൻ ലോഡ് ആകുമ്പോൾ എന്താ അത് ഫ്രാക്ചർ ആവുകയാണ് ബ്രിട്ടിൽ മെറ്റീരിയലും ചെയ്യുക. ഇതാണ് കംപ്രഷൻ ടെസ്റ്റ്. കംപ്രഷൻ ടെസ്റ്റിന്റെ ഈ ഒരു ഗ്രാഫ് ഇത് താഴേക്കാണ്. ഇത് ടെൻഷൻ ടെസ്റ്റിൻ്റെതാണ്. താഴേക്ക് വരുമ്പോൾ എന്താ കംപ്രഷൻ ടെസ്റ്റിന്റെ ഗ്രാഫ്. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ്, ഇമ്പാക്ട് ടെസ്റ്റ്. ഇമ്പാക്ട് ടെസ്റ്റ് നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞു ടഫ്നെസ്സിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇമ്പാക്ട് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ടഫ്നെസ് എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് ടു ഷോക്ക് ലോഡ് ഓർ ഇമ്പാക്ട് ലോഡ്. അപ്പോൾ ഇത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇമ്പാക്ട് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ദർ ആർ 2 types ഓഫ് ഇമ്പാക്ട് ടെസ്റ്റ്. ഒന്ന് ഐസോ ടെസ്റ്റ്, നെക്സ്റ്റ് ഈസ് ചാർപി ടെസ്റ്റ്. 2 ടെസ്റ്റ് ഉണ്ട്, ഐസോ ടെസ്റ്റ് ഉണ്ട്, ചാർപി ടെസ്റ്റ് ഉണ്ട്. അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ MT ലാബ് ചെയ്തവർ ഈ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ 2 ഐസോ ടെസ്റ്റും ചാർപി ടെസ്റ്റും നമ്മളുടെ മെയിൻ ഡിഫറൻസ് എന്താണ്? അതിന്റെ സ്പെസിമെനിലാണ് വ്യത്യാസം. സ്പെസിമെനിലും ആ സ്പെസിമെൻ ലോഡ് ചെയ്യുന്നതിലുമാണ് വ്യത്യാസം. ഇവിടെ ഒരു കാൻഡിലിവർ ബീം പോലെയാണ് ഐസോ ടെസ്റ്റിൽ സ്പെസിമെൻ ലോഡ് ചെയ്യുക.
എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഹിറ്റ് ചെയ്യും. അപ്പോൾ ആ ഹിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ആ നമ്മുടെ ഇടുന്ന കട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു എന്ത് കൊടുക്കുന്നത്, ആ ഒരു ഡെപ്ത് കട്ട് കൊടുക്കുന്നത് എവിടെയാണ്, ആ നമ്മൾ ഹിറ്റ് ചെയ്യുന്നതിനെ ഫേസ് ചെയ്തിട്ടാണ് ആ ഡെപ്ത് കട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഒരു പെൻഡുലം വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ഇതിനെ ഇങ്ങോട്ടേക്ക് ബ്രേക്ക് ആവും. അപ്പോൾ ചാർപി ടെസ്റ്റിൽ എങ്ങനെയാണ്? ചാർപി ടെസ്റ്റിൽ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആയിട്ടാണ് ലോഡ് ചെയ്യുന്നത്. സ്പെസിമെന്റിനെ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആയിട്ടാണ്. ഇവിടെ 2 സപ്പോർട്ടുണ്ട്. ആ നോച്ച് കൊടുക്കുന്നത് എവിടെയാണ്? ലോഡ് വന്ന് ഹിറ്റ് ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് നോച്ച് കൊടുക്കുന്നത്. ഇവിടെ ഐസോ ടെസ്റ്റ് അങ്ങനെയായിരുന്നു. ലോഡ് വന്ന് ഹിറ്റ് ചെയ്യുന്നതിന്റെ നേരെ അതിനെ ഫേസ് ചെയ്തിട്ടാണ് ലോഡ് ചെയ്യുക ഇത് നോച്ച് കൊടുത്തത്. അപ്പോൾ എന്താ, ഇത് ഇങ്ങോട്ടേക്ക് പൊട്ടും, ബ്രേക്ക് ആവും. ഫ്രാക്ചർ ചെയ്യുന്ന ഈ ടോപ്പ് പോർഷൻ ഇങ്ങോട്ടേക്ക് ബ്രേക്ക് ആവും. ഇത് കഴിയുമ്പോൾ എന്താ, ഇത് ബ്രേക്ക് ആവുന്ന ഇങ്ങനെ ബ്രേക്ക് ആവും. ഇവിടെ വന്ന് ലോഡ് വന്ന് ഹിറ്റ് ചെയ്യുന്നു, ഈ നോച്ച് ഓപ്പൺ ആവും. അപ്പോൾ ഇതാണ് ഈ സ്പെസിമെൻ ലോഡ് ചെയ്യുന്നതിലാണ് ഐസോ ടെസ്റ്റിലും ചാർപി ടെസ്റ്റിലും ഉള്ള മെയിൻ ഡിഫറൻസ്. നമ്മുടെ ആ വാല്യൂ, ടഫ്നെസ് വാല്യൂ നമുക്ക് ഇവിടെ റീഡിംഗ് ആയിട്ട് കിട്ടും. ദ പ്രൊസീജിയർ ടു കണ്ടക്ട് ടെസ്റ്റ് ഈസ് സെയിം ഫോർ ബോത്ത് ചാർപി ആൻഡ് ഐസോ ടെസ്റ്റ്. ഐസോ ടെസ്റ്റിനും ചാർപി ടെസ്റ്റിനും പ്രൊസീജിയർ സെയിം ആണ്, ടെസ്റ്റ് ചെയ്യുന്ന പ്രൊസീജിയർ സെയിം ആണ്. ഓൺലി ഡിഫറൻസ് ഈസ് ദ വേ ഇറ്റ് ഈസ് പ്ലേസ്ഡ്, വാട്ട് ഈസ് പ്ലേസ്ഡ്, ടെസ്റ്റ് സ്പെസിമെൻ ഈസ് പ്ലേസ്ഡ്. പിന്നെ ടെസ്റ്റ് സ്പെസിമെന്റെ സൈസിലും ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ഐസോ ടെസ്റ്റിൽ എന്താ, ചാർപി ടെസ്റ്റിൽ എന്താ പ്രൊസീജിയർ? റേസ് ദ പെൻഡുലം ഒരു സൈഡിലേക്ക് റേസ് ചെയ്യും. പുട്ട് ദ ടെസ്റ്റ് സ്പെസിമെൻ ഓൺ ദ സപ്പോർട്ട് അഗെയിൻസ്റ്റ് ആൻവിൽസ് വിത്ത് നോച്ച് ഫേസിംഗ് അവേ ഫ്രം ദ പെൻഡുലം ഫോർ എ ചാർപി ടെസ്റ്റ് ആൻഡ് ഫേസിംഗ് ദ പെൻഡുലം ഇൻ കേസ് ഓഫ് ഐസോ ടെസ്റ്റ്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. നമ്മളെ പെൻഡുലത്തിനെ ഫേസ് ചെയ്യുന്ന രീതിയിലാണ് ഐസോ ടെസ്റ്റിൽ എന്താ നോച്ച് വരുന്നത്. ഇതിൽ പെൻഡുലത്തിൽ നിന്ന് എവേ ഉള്ള രീതിയിലാണ് നോച്ച് വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ വെച്ചു. സെറ്റ് ദ ഡയൽ ഓൺ ഇമ്പാക്ട് മെഷീൻ ഡയൽ ടു 0, റിലീസ് ദ പെൻഡുലം ടു സ്ട്രൈക്ക് ദ ടെസ്റ്റ് സ്പെസിമെൻ. നമ്മളിങ്ങനെ ഇത് റേസ് ചെയ്തിട്ട് പെൻഡുലം റിലീസ് ചെയ്യുന്നു, അത് വന്ന് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുന്നു. ഹിറ്റ് ചെയ്യുമ്പോൾ ആ സ്പെസിമെൻ ബ്രേക്ക് ആവുന്നു. റീഡ് ആൻഡ് റെക്കോർഡ് ദ ഇമ്പാക്ട് എനർജി നമുക്ക് ഇവിടെ നിന്ന് കിട്ടും, ഡയലിൽ നിന്ന് കിട്ടും. അതാണ് എന്താണ് ഇമ്പാക്ട് ടെസ്റ്റ്, ഐസോ ടെസ്റ്റും ചാർപി ടെസ്റ്റും. ആ ഐസോ ടെസ്റ്റും ചാർപി ടെസ്റ്റും ചെയ്യുന്ന ഷോക്ക് ലോഡ് അല്ലെങ്കിൽ ടഫ്നെസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ഈസ് ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ്, ഹാർഡ്നെസ് ടെസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഹാർഡ്നെസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അടുത്ത ഇത്. അപ്പോൾ ഹാർഡ്നെസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റെസിസ്റ്റൻസ് ടു വെയർ, സ്ക്രാച്ചിങ്, ഡിഫർമേഷൻ ആൻഡ് മെഷീനബിലിറ്റി. അപ്പോൾ ആ ഇതിന് എന്താ മെഷീൻ ചെയ്യാനോ അല്ലെങ്കിൽ സ്ക്രാച്ച് ചെയ്യാനോ വിയർ ചെയ്യാനോ ഒക്കെ ഉള്ള അതിൻ്റെ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസിനെയാണ് ഹാർഡ്നെസ് എന്ന് പറയുന്നത്. ഹാർഡ്നെസ് മെഷർ ചെയ്യാൻ 3 ടൈപ്പ് ടെസ്റ്റ് ഉണ്ട്: റോക്ക്വെൽ ഹാർഡ്നെസ് ടെസ്റ്റ്, ബ്രിണ്ടൽ ഹാർഡ്നെസ് ടെസ്റ്റ്, വിക്കേഴ്സ് ഹാർഡ്നെസ് ടെസ്റ്റ്. അപ്പോൾ ഇവിടെ റോക്ക്വെൽ ഹാർഡ്നെസ് ടെസ്റ്റിൽ എന്താണ്, ഒരു ഇൻഡൻഡർ ഉണ്ടാവും, ഒരു പോയിന്റഡ് 120 ഡിഗ്രി ആംഗിളുള്ള ഒരു പോയിന്റഡ് ഇൻഡൻഡർ ഉണ്ടാവും. അപ്പം ഇവിടെ കാണാം ഒരു പോയിന്റഡ് ഇൻഡൻഡർ ഉണ്ടാവും. ഇതാണ് റോക്ക്വെൽ ഹാർഡ്നെസ് മെഷീൻ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഈ ഹാൻഡ് വീല്, ഒരു ടെസ്റ്റ് സ്പെസിമെൻ എന്ന് പറയുന്ന വല്ല സിലിണ്ടറോ ക്യൂബോ ഒക്കെ ആയിരിക്കും, അത് നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്യും. എന്നിട്ട് ഈ വീല് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇതിനെ റൈസ് ചെയ്ത് നമ്മൾ ഈ പോയിന്റിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവെക്കും. ജസ്റ്റ് ഈ പോയിന്റ് ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇത് വീല് റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ലിവർ റിലീസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വെയിറ്റ് ഇതിലേക്ക് അപ്ലൈ ചെയ്യും. ഈ ലോഡ് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഹാൻഡ് വീല് തിരിച്ചിട്ട് ഈ ലോഡ് ജസ്റ്റ് ടച്ച് ചെയ്യുന്ന രീതിയിൽ വെക്കും. എന്നിട്ട് ഈ ലിവർ റിലീസ് ചെയ്തിട്ട് ലോഡ് നമ്മൾ അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഡയലിൽ നമുക്ക് എന്ത് കിട്ടും, ആ ഹാർഡ്നെസ് നമ്പർ ഡയറക്റ്റ് റീഡിംഗ് ആയിട്ട് കിട്ടും. റോക്ക്വെൽ ഹാർഡ്നെസ് നമ്പർ നമുക്ക് ഡയറക്റ്റ് റീഡിംഗ് ആയിട്ട് അതിൻ്റെ മെഷീനിലെ ഡയലിൽ കിട്ടും. ആ കിട്ടുന്ന വാല്യൂ ആണ് ആ മെറ്റീരിയലിൻ്റെ ഹാർഡ്നെസ് നമ്പർ. അതുപോലെ തന്നെ അടുത്ത നെക്സ്റ്റ് ടെസ്റ്റാണ് ബ്രിനൽ ഹാർഡ്നെസ് ടെസ്റ്റ്. അതിൻ്റെയും പ്രൊസീജിയർ ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. പക്ഷേ അതിൻ്റെ പോയിന്റഡ് ഇൻഡൻഡർ അല്ല, ഒരു സ്പിയർ ആണ്. ഒരു സ്റ്റീൽ ബോള് അല്ലെങ്കിൽ ടങ്സ്റ്റൺ കാർബൈഡ് ബോളാണ് ഇൻഡൻഡർ ആയിട്ട് യൂസ് ചെയ്യുക. അത് നമ്മളിപ്പോൾ ഒരു ടെസ്റ്റ് സ്പെസിമെൻ വെച്ചു. ഇത് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർജിങ്ങിൻ്റെയും കാസ്റ്റിങ്ങിൻ്റെയൊക്കെ വലിയ ഫോർജിങ്ങിൻ്റെയും കാസ്റ്റിങ്ങിൻ്റെയൊക്കെ ഹാർഡ്നെസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ നമ്മളൊരു ഇവിടെ നെക്സ്റ്റ് ഫിഗറിലൊക്കെ ഇതിൻ്റെ മെഷീൻ കാണിച്ചിട്ടില്ല. ഇവിടെ നമ്മളൊരു മെറ്റീരിയലിൻ്റെ മുകളിൽ ഈ ബോൾ വെച്ചിട്ട് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. അപ്പോൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് പറ്റും, ആ മെറ്റീരിയലിൽ ഒരു ചെറിയ ഇൻഡൻറ്റേഷൻ, ഒരു ചെറിയ ഡെപ്തിലൊരു ഇൻഡൻറ്റേഷൻ ഉണ്ടാകും. ആ ഇൻഡൻറ്റേഷൻ്റെ സെക്ഷണൽ വ്യൂ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ടോപ്പ് വ്യൂ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മുകളിൽ നോക്കുമ്പോൾ ഒരു സർക്കിൾ പോലെ തോന്നും. അപ്പോൾ അതിന് 2 ഡയമീറ്റർ ഉണ്ട്. അത് പെർഫെക്റ്റ് സർക്കിൾ ആയിക്കോളണമെന്നില്ല. അതുകൊണ്ടാണ് 2 ഡയമീറ്റർ, D1 D2 ഉണ്ടാവും. അതിൻ്റെ മീൻ ഡയമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യും. ആ മീൻ ഡയമീറ്റർ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഈ ഹൈറ്റും ഈ ഇൻഡൻറ്റേഷൻ്റെ എത്ര ഡെപ്തിൽ ഇൻഡൻറ്റേഷൻ വന്നു,
എത്ര ഡയമീറ്റർ വന്നു നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആ ബിർണൽ ഹാർഡ്നെസ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്താണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സും, ഡി എന്ന് പറഞ്ഞാൽ ബോളിൻ്റെ ഡയമീറ്ററും, പിന്നെ സ്മോൾ ഡി എന്ന് പറഞ്ഞാൽ മീൻ ഡയമീറ്റർ ഓഫ് ദി ഇൻഡൻറ്റേഷൻ. ഇത് ഇത്രയും വെച്ചിട്ട് ഈ ഫോർമുല വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്താണ് ബിർണൽ ഹാർഡ്നെസ് ടെസ്റ്റിൻ്റെ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുക. ബിർണൽ ഹാർഡ്നെസ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുക. നേരത്തെ റോക്കോൾ ഹാർഡ്നെസ്സിൽ എങ്ങനെയായിരുന്നു, നമുക്ക് ഡയലിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് റീഡിങ് കിട്ടി. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നമ്മൾ കാൽക്കുലേഷൻ പെർഫോം ചെയ്തിട്ടാണ് ഈ ബിർണൽ ഹാർഡ്നെസ് നമ്പർ എടുക്കുക. ഇതും ചോദിക്കാറുണ്ട്. ഇത് ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു എക്സ്പ്ലനേഷൻ എഴുതുക, ഈ ഒരു 3 ഫിഗർ വരയ്ക്കുക, ഈ ഇക്വേഷൻ എഴുതുക. എത്രയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വിക്കേഴ്സ് ഹാർഡ്നെസ് ടെസ്റ്റും. വിക്കേഴ്സ് ഹാർഡ്നെസ് ടെസ്റ്റിലും ഈ ബിർണൽ ഹാർഡ്നെസ് ടെസ്റ്റ് പോലെ തന്നെയാണ്. ഇവിടെ പക്ഷേ ഒരു പോയിന്റഡ്, ഇത് ഭയങ്കര ഹാർഡായിട്ടുള്ള മെറ്റീരിയലിനെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഒരു ഡയമണ്ട് പോയിന്ററാണ്, ഇൻഡൻഡറാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ആംഗിൾ 136 ഡിഗ്രിയാണ്. ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ 136 ഡിഗ്രിയാണ്, ആ രണ്ട് ഫേസും തമ്മിലുള്ള ആംഗിൾ. ഇത് വെച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്യുന്നു, ഒരു സർഫസിൽ പ്രസ് ചെയ്യുമ്പോൾ ഒരു ഇൻഡൻറ്റേഷൻ അവിടെ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് എന്താണ് നമുക്ക് വിക്കേഴ്സ് ഹാർഡ്നെസ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നേരത്തെ പോലെ മീൻ ഇത് ഡയഗണലാണ്, ഈ രണ്ട് ലെങ്ത് D1 D2 അതിൻ്റെ മീൻ ഡയഗണൽ എടുത്തു. പിന്നെ ഈ 136/2 എന്ന് പറയുന്നത് ഇതിൻ്റെ ആംഗിളാണ്, ഇതിൻ്റെ ആംഗിളിൻ്റെ പകുതി. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കുക, 1854f/d². അത് ഇവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് പ്രോബ്ലംസ് ഒന്നും ചോദിക്കില്ല, ഇതിൽ നിന്ന് നിങ്ങൾ ഇതിനെ തിയറി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കുമ്പോൾ ഈ ഇക്വേഷനൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക, ഈ ഫിഗറും വരയ്ക്കണം. ഇപ്പോൾ വിക്കേഴ്സ് ഹാർഡ്നെസ് ടെസ്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു 2-3 സെൻറ്റൻസ്, ഇത് വെരി ഹാർഡ് മെറ്റീരിയലാണ് ചെയ്യുന്നത്, ഇത് ഡയമണ്ട് ടൂളാണ് യൂസ് ചെയ്യുന്നത്, ഇൻഡൻഡറാണ് യൂസ് ചെയ്യുന്നത്, അത് പോയിന്റഡ് ആണ്, അതിൻ്റെ ആംഗിൾ 136 ഡിഗ്രിയാണ്. ഇനി വിക്കേഴ്സ് ഹാർഡ്നെസ് നമ്പർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താണ് എടുക്കുന്നത്, അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ഇങ്ങനെയാണ്. എന്നിട്ട് ഈ ഫിഗറും വരയ്ക്കുക. ഇതാണ് ചെയ്യേണ്ടത്. ബിർണൽ ഹാർഡ്നെസ് ടെസ്റ്റിനും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഹാർഡ്നെസ് ടെസ്റ്റ് കഴിഞ്ഞു. ഞാൻ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. ക്രീപ്പ് ടെസ്റ്റ്, ഇതും 1-2 ഇതിന് കണ്ടിട്ടുള്ളതാണ് ക്രീപ്പ് ടെസ്റ്റ്. അപ്പോൾ ക്രീപ്പ് ടെസ്റ്റ് എന്ന് വെച്ചാൽ ക്രീപ്പ് ഈസ് സ്ലോ ആൻഡ് പെർമനന്റ് ഡിഫർമേഷൻ ഓഫ് എ പാർട്ട് when subjected to constant stress, ഹൈ ടെമ്പറേച്ചർ, ലോങ് പീരീഡ് ഓഫ് ടൈം. 3 ടൈമാണ് മെയിനായിട്ട് ഇതിൽ വരുന്നത്. കോൺസ്റ്റന്റ് സ്ട്രെസ്, ഹൈ ടെമ്പറേച്ചർ, ലോങ് പീരീഡ് ഓഫ് ടൈം. അപ്പോൾ ക്രീപ്പ് ടെസ്റ്റ് എന്താ ചെയ്യുന്നത്, സബ്ജക്റ്റിംഗ് ടു എ സ്പെസിമെൻ എ കോൺസ്റ്റന്റ് ലോഡ് ഓർ സ്ട്രെസ് വൈൽ മെയിൻറ്റെയിനിങ് ദ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്. അപ്പോൾ നമ്മൾ ഒരു സ്പെസിമെൻ എടുത്തിട്ട് അതിൽ കോൺസ്റ്റന്റ് ലോഡ് ഒരുപാട് ഹൈ ടെമ്പറേച്ചറിൽ കുറേ നേരത്തേക്ക് അപ്ലൈ ചെയ്യും. അപ്പോഴത്തേക്ക് ആ ഡിഫർമേഷനെ നമ്മൾ മെഷർ ചെയ്യും. ആ മെഷർ ചെയ്തിട്ട് ഒരു കർവ് പ്ലോട്ട് ചെയ്യും. കർവ് പ്ലോട്ട് ചെയ്യുന്ന എക്സ് ആക്സിൽ ടൈം, നമ്മൾ എത്ര നേരം ഈ കോൺസ്റ്റന്റ് സ്ട്രെസ് ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നു, അപ്പോൾ ഉണ്ടാകുന്ന സ്ട്രെയിൻ, എത്ര സ്ട്രെയിൻ അതിനുണ്ടായി എന്നുള്ളത്, അതാണ് ക്രീപ്പ് കർവ്. അപ്പോൾ ക്രീപ്പ് കർവിന് മെയിനായിട്ട് 3 പോർഷൻസ് ഉണ്ട്: പ്രൈമറി പോർഷൻ, സെക്കൻഡറി പോർഷൻ, ടെർഷ്യറി പോർഷൻ. അപ്പോൾ നമ്മൾ ആദ്യം ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ, എന്തുകൊണ്ടാണ് ഇവിടെ 0 എന്ന് തുടങ്ങാത്തത്, നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഒരു ചെറിയൊരു സ്ട്രെയിൻ ഉണ്ടാവും. ആദ്യം ഒരു ഇനിഷ്യൽ ഡിഫർമേഷൻ ഉണ്ടാവും. ആ ഇനിഷ്യൽ ഇൻസ്റ്റന്റേനിയസ് ഇലാസ്റ്റിക് ഡിഫർമേഷൻ, ഉള്ള കാരണമാണ് കുറച്ച് മുകളിൽ നിന്നാണ് തുടങ്ങുന്നത്. പിന്നെ പ്രൈമറി സ്റ്റെപ്പിൽ എന്താണ്, ഇറ്റ് ഒക്കേഴ്സ് ഫസ്റ്റ് ആൻഡ് ദിസ് റീജിയൻ ഹാസ് കണ്ടിന്യൂസ്ലി ഡിക്രീസിങ് ക്രീപ്പ് റേറ്റ്. ആദ്യം ക്രീപ്പ് റേറ്റ് കുറഞ്ഞു വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് സെക്കൻഡറിയിൽ ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആവും. ടെർഷ്യറിയിൽ എന്ത് പറ്റും, ടെർഷ്യറിയിൽ പെട്ടെന്ന് കൂടിയിട്ട് ബ്രേക്ക് ആവും, റപ്ചർ ആവും. അപ്പോൾ 3 സ്റ്റേജാണ് ക്രീപ്പ്. അപ്പോൾ ക്രീപ്പ് ടെസ്റ്റിന്റെ കർവ് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വരയ്ക്കേണ്ടത്. ക്രീപ്പ് കർവ് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് ക്രീപ്പ് ടെസ്റ്റ് എന്താണെന്ന് ചോദിക്കില്ല, ഡയറക്റ്റ് ചോദിക്കും വാട്ട് ഈസ് ക്രീപ്പ്, ഡ്രോ ദ ക്രീപ്പ് കർവ് എന്ന് പറഞ്ഞാൽ ഇതാണ് വരയ്ക്കേണ്ടത്. അതിനപ്പോൾ മെയിനായിട്ടും ഇൻസ്റ്റന്റ് ആയിട്ട് ഇത് 0 എന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, കുറച്ച് മുകളിൽ നിന്നാണ് സ്ട്രെയിൻ ഉണ്ട്. അപ്പോൾ അത് നോക്കുക. ഇൻസ്റ്റന്റേനിയസ് ഡിഫർമേഷൻ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് ഈ കർവിന് 3 പാർട്ടുണ്ട്. ആദ്യം ഒന്നിങ്ങനെ കൂടിയിട്ട് പിന്നെ കുറഞ്ഞു വരുന്നു, പിന്നെ ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നു, പിന്നെ പെട്ടെന്ന് കൂടി റപ്ചർ ആവുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ് ആക്സിൽ ടൈം ആണെന്ന് നോക്കുക. നമ്മൾ ടൈം ഡിപ്പെൻഡൻ്റ് ആണ് ക്രീപ്പ്. നെക്സ്റ്റ് ഇപ്പോൾ നമ്മളെ ഇതിൽ ഫെറ്റിക് ടെസ്റ്റിംഗ് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഈ മെറ്റീരിയൽ സെൻഡ് ചെയ്യുമ്പോൾ ഫെറ്റിക് ടെസ്റ്റ് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷേ അതും ഫെറ്റിക് ടെസ്റ്റും ഉണ്ട്. അത് റൊട്ടേറ്റിംഗ് ബീം ടെസ്റ്റാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ ഈ മെറ്റീരിയൽ സെൻഡ് ചെയ്യുമ്പോൾ അതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. ഇത് ഞാൻ പെട്ടെന്ന് പോകുന്ന കാരണമാണ് അത് വിട്ടു പോകുന്നത്. നെക്സ്റ്റ് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ്. 2-3 ടൈപ്പ് ഉണ്ട്. അതിലൊന്നാണ് ലിക്വിഡ് പെൻട്രന്റ് ടെസ്റ്റ്, നെക്സ്റ്റ് ഈസ് അൾട്രാസോണിക് ടെസ്റ്റ്, അത് കഴിഞ്ഞാൽ റേഡിയോഗ്രാഫി ടെസ്റ്റ്. അതിൽ പെട്ടെന്ന് പറയാം, ലിക്വിഡ് പെൻട്രന്റ് ടെസ്റ്റ് എന്ന് വെച്ചാൽ ഒന്നുമില്ല,
അത് ഒരു ഓൾഡ് ഓയിലും പഴയ ഓയിലും ചോക്കും കൂടെ ഉള്ള ഒരു പ്രൊസീജിയറാണ്. നമ്മൾ ക്രാക്ക് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ എന്താ വെച്ചാൽ ഒരു സർഫസിൽ നമ്മൾ പഴയ ഓയിൽ അപ്ലൈ ചെയ്യും. ക്രാക്ക് ഒക്കെ ഉള്ള ഒരു സർഫസ് ക്രാക്ക് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ പഴയ ഓയിൽ അപ്ലൈ ചെയ്യും. എന്നിട്ട് ആ ഓയിലിനെ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ എക്സസ് ആയിട്ടുള്ള, അപ്പോൾ ക്രാക്കിലേക്കൊക്കെ എന്ത് ചെയ്യും, ഈ ഓയിൽ ഇറങ്ങും. പഴയ ഓയിൽ ഇറങ്ങിയിട്ട്, ഡർട്ടി ഓയിൽ ഇറങ്ങിയിട്ട് അത് കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ തുടച്ചിട്ട് അതിൻ്റെ മുകളിൽ വൈറ്റ് ചോക്ക് ആൽക്കഹോൾ സൊല്യൂഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് പറ്റും, അത് നല്ല വെള്ള സൊല്യൂഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഈ ക്രാക്കിനൊക്കെ ഈ പഴയ ഓയിൽ വീണ്ടും പുറത്തേക്ക് വരും. അപ്പോൾ അവിടെ എല്ലാം നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ലൈൻ കാണാം. ഈ ക്രാക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം അങ്ങനത്തെ ഒരു പഴയ പ്രൊസീജിയറാണ് ഇത് വൺ ഓഫ് ദി ഫസ്റ്റ് NDT പ്രൊസീജിയറാണ് ലിക്വിഡ് പെനിട്രന്റ് ടെസ്റ്റ്. അപ്പോൾ ഇതെന്താ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്രയും പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം നമ്മൾ സർഫസ് ക്ലീൻ ചെയ്തു, എന്നിട്ട് ഓയിൽ അപ്ലൈ ചെയ്തു. അത് പഴയ ഓയിലാണ് അപ്ലൈ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് എക്സസ് ഓയിലൊക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഡെവലപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോക്ക് ആൽക്കഹോൾ സൊല്യൂഷൻ അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും, നമുക്ക് ഈ ക്രാക്കിൽ നിന്ന് നമുക്ക് പഴയ ഓയിൽ വീണ്ടും ഇങ്ങനെ പെനിട്രേറ്റ് ചെയ്ത് ഇങ്ങനെ വീണ്ടും സ്വീപ്പ് ചെയ്ത് വരും, പൊങ്ങി വരും. അപ്പോൾ അത് നമുക്ക് ആ ക്രാക്ക് ക്ലിയർ കട്ടായിട്ട് കാണാൻ പറ്റും. അതാണ് ലിക്വിഡ് പെനിട്രന്റ് ടെസ്റ്റ്. നെക്സ്റ്റ് റേഡിയോഗ്രാഫി ടെസ്റ്റ്. റേഡിയോഗ്രാഫി ടെസ്റ്റ് നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിലോ ഇപ്പോൾ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ടാവും. നമ്മൾ എക്സ്റേ എടുക്കുന്നു, നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് എക്സ്റേ എടുക്കുന്നു എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ ഒരു മെറ്റീരിയലിൻ്റെ എക്സ്റേ ആണ് റേഡിയോഗ്രാഫി ടെസ്റ്റ്. ഇപ്പോൾ റേഡിയോഗ്രാഫി ടെസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഇന്റേണൽ ആയിട്ടുള്ള ക്രാക്സും ഫ്ലോസും ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിനെന്താ ഉള്ളത്, അതിനൊരു നമ്മൾ ഇവിടെ ഇതാണ് നമ്മൾ മെഷർ ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് വിചാരിക്കുക. ഇവിടെ ഒരു ക്രാക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എക്സ്റേസ് ഇതിൽ നിന്ന് പാസ് ചെയ്തിട്ട് ഇവിടെ ഒരു ഫിലിം ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും, ഈ ക്രാക്കിൻ്റെ ഗ്യാപ്പിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞിട്ട് അത് നമുക്ക് അവിടുത്തെ ഇൻറ്റൻസിറ്റി കുറവായിരിക്കും, ബാക്കിയുള്ള സ്ഥലത്തെ ഇൻറ്റൻസിറ്റി ഡാർക്കായിട്ട് കാണും. അപ്പോൾ അങ്ങനെ നമുക്ക് അവിടുത്തെ ക്രാക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ ഈ ഫിലിമിന് പകരം വേറൊരു മോണിറ്ററോ എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ നമുക്ക് ആ മോണിറ്ററിൽ കാണാം. അല്ലെങ്കിൽ ഇതിന് വരുന്ന റേസിനെ ക്യാപ്ചർ ചെയ്തിട്ട് അതിനെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റുന്ന ഒരു മീറ്റർ ഉണ്ടെങ്കിൽ ആ മീറ്ററിൽ നിങ്ങൾക്ക് വാല്യൂ ആയിട്ട് കാണാം. അങ്ങനെയുള്ള പല ഇതുണ്ട്. ജനറലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എക്സ്റേ ഫിലിം വെച്ചിട്ട് ആ ഫിലിമിൽ എടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ അതിന് പല ആപ്ലിക്കേഷൻ ഉണ്ട്. ആപ്ലിക്കേഷനൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയൊക്കെ ഇന്റേണൽ ഫ്ലോസ്, കാസ്റ്റിങ്ങിൻ്റെ വെൽഡിങ്ങിൻ്റെ ഒക്കെ ഇന്റേണൽ ഫ്ലോസ് ഒക്കെ അകത്തുള്ള ചെറിയ നമുക്ക് പുറമേ കാണാൻ പറ്റില്ല, അകമേ വല്ല പൊട്ടലുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് അൾട്രാസോണിക് ടെസ്റ്റിംഗ്. അൾട്രാസോണിക് ടെസ്റ്റിങ്ങും ഇതേപോലെ ഇന്റേണൽ ഫ്ലോസ് ഉണ്ടോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ സൗണ്ട് വേവ്സിൻ്റെ യൂസ് ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റുന്ന സൗണ്ടിൻ്റെ ഹെഡ്സ് 20 Hz to 20 kHz ആണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. അത്രയും നമുക്ക് കേൾക്കാൻ പറ്റും. പക്ഷേ ഇവിടെ നമ്മൾ അൾട്രാസോണിക് ടെസ്റ്റിംഗിന് ഉപയോഗിക്കുന്നത് 0.5 to 20 MHz ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, മാക്സിമം നമുക്ക് KHz 20 kHz കേൾക്കാൻ പറ്റും. പക്ഷേ ഇവിടെ നമ്മൾ മെഗാഹെഡ്സിലുള്ള സൗണ്ട് വേവ്സ് ആണ് യൂസ് ചെയ്യുന്നത് അൾട്രാസോണിക് ടെസ്റ്റിംഗ്. അപ്പോൾ അത്രയും ഹൈ എനർജിയുള്ള സൗണ്ട് വേവ്സ് യൂസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും കഴിഞ്ഞാൽ ഈ മെറ്റലിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അത് സൗണ്ട് വേവ്സിനെ അബ്സോർബ് ചെയ്യാതെ പാസ് ചെയ്യും. പക്ഷേ ഇടയ്ക്ക് ഒരു ഹോളോ എന്തെങ്കിലും ഉണ്ട് എന്ത് പറ്റും, അവിടെ നിന്ന് അതിനെ തിരിച്ചു വിടും. ആ തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ക്യാപ്ചർ ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് ഇത് ഫുള്ള് പാസ് ചെയ്തില്ല, ഇതാണെങ്കിൽ ഇവിടെ വന്ന് ഇങ്ങനെ അറ്റത്തുനിന്നേ പാസ് ചെയ്യും. മറ്റേത് ഡിഫക്റ്റ് ഉള്ള സ്ഥലത്ത് നിന്ന് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ അത് കാരണം അങ്ങനെ നമുക്ക് ഇതിനെ പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ വല്ല മോണിറ്ററിലോ ഒക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് സൗണ്ട് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയാം. ആ ട്രാൻസ്ഡ്യൂസർ കണ്ടെയ്ൻ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലാണ് അതിൻ്റെ അകത്തുള്ളത്. അതിന് അൾട്രാസോണിക് വേവ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അൾട്രാസോണിക് വേവ്സ് തിരിച്ചത് റിഫ്ലക്റ്റ് ചെയ്ത് അതിനെ ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും. ഇതിന് നമുക്കൊരു ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് അൾട്രാസോണിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അൾട്രാസോണിക് വേവ് അതിന് കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ച് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഇത് ചെയ്യുക. ആദ്യം നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുത്തിട്ട് അൾട്രാസോണിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതിൽ നിന്നും റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന അൾട്രാസോണിക് വേവ്സിനെ വേറൊരു പ്രോബോ അല്ലെങ്കിൽ ആ സെയിം പ്രോബിൻ്റെ അതിൻ്റെ ഒരു ഏരിയ വെച്ചിട്ടോ ക്യാപ്ചർ ചെയ്തിട്ട് അതിനെ തിരിച്ച് ഇലക്ട്രിക് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്കൊരു സ്ക്രീനിൽ കാണാൻ പറ്റും. ഒരു സ്ക്രീനിൽ നമുക്കിതിങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഇതും എന്താണ് യൂസ് ചെയ്യുന്നത്, ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഇതും ഇന്റേണൽ ഫ്ലോസ്. നമുക്ക് പുറമേ നോക്കിക്കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് തോന്നും. പക്ഷേ ഒരു മെറ്റീരിയൽ മാനുഫാക്ചർ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ക്രാക്കോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. മറ്റേ നമ്മുടെ ആദ്യത്തെ LPT ലിക്വിഡ് പെനിട്രന്റ് ടെസ്റ്റ് ആണെങ്കിലോ അത് നമുക്ക് സർഫസിൽ ക്രാക്ക് വന്നു കഴിഞ്ഞാലേ നമുക്ക് ലിക്വിഡ് പെനിട്രന്റ് ടെസ്റ്റ് വെച്ച് ചെയ്യാൻ പറ്റും. സർഫസിലെ ക്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ലിക്വിഡ് അപ്ലൈ ചെയ്യുമ്പോൾ ലിക്വിഡ് അതിൻ്റെ ഉള്ളിലേക്ക്, ഓയിൽ അതിൻ്റെ ഉള്ളിലേക്ക് പോകും, പിന്നെ തിരിച്ച് സ്വീപ്പ് ചെയ്യുമ്പോൾ നോക്കിയിട്ട്. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് പോകാതെ ഉള്ളിൽ വല്ല
പുറമേ നോക്കിക്കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിരിക്കും, ഉള്ളിൽ വല്ല ക്രാക്ക് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്റേ റേഡിയോഗ്രാഫി ടെസ്റ്റും അൾട്രാസോണിക് ടെസ്റ്റും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഫസ്റ്റ് പോർഷനിൽ ഉള്ളത്. വളരെ സ്പീഡിലാണ് പോയത്, കാര്യം നമ്മളിപ്പോൾ സമയം ഏതാണ്ട് കഴിയാറായി, 2-3 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഒന്നുകൊണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം. ലിസ്റ്റ് എനി 6 ഇമ്പോർട്ടൻറ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽ. കണ്ട, ചുമ്മാ നെയിം 6 മാർക്കിനാണ് ചോദിക്കുന്നത്. 6 ഫിസിക്കൽ പ്രോപ്പർട്ടി ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടി ഡെൻസിറ്റി, സ്പെസിഫിക് ഗ്രാവിറ്റി, കളർ, ഫിനിഷ് എന്ന് പറഞ്ഞാൽ അങ്ങനെ 6 ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6 മാർക്ക് കിട്ടി. ഇല്ലുസ്ട്രേറ്റ് എക്സ്റേ റേഡിയോഗ്രാഫിക് ടെസ്റ്റ്, നമ്മളിപ്പോൾ പറഞ്ഞ ഇതിപ്പോൾ ഇതാണ്. അപ്പോൾ അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇതൊരു NDT ടെക്നിക്കാണ്, നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ആണ്. ഇത് ഇന്റേണൽ ഫ്ലോസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ആ ഫിഗർ വരയ്ക്കുക, ഫിഗർ വരച്ചിട്ട് അതിൽ എന്തൊക്കെയാണ് എക്സ്റേസ് യൂസ് ചെയ്യുന്നു, അതിൻ്റെ ഫിലിമിൽ ക്യാപ്ചർ ചെയ്യുന്നു, ആ കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞാൽ 6 മാർക്ക് കിട്ടി. സോ നെക്സ്റ്റ്, ഡ്രോ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ മൈൽഡ് സ്റ്റീൽ ആൻഡ് മാർക്ക് സൈലന്റ് പോയിന്റ്. ഇവിടെ കണ്ട, ഇവിടെ മൈൽഡ് സ്റ്റീലിന്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരയ്ക്കണം എന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഡക്റ്റൈൽ മെറ്റീരിയൽ ഒന്നും പറഞ്ഞിട്ടില്ല, മൈൽഡ് സ്റ്റീൽ. അപ്പോൾ മൈൽഡ് സ്റ്റീൽ ഡക്റ്റൈൽ ആണെന്ന് അറിയണം. അതിൽ നമുക്കിപ്പോൾ ആ കർവ് അപ്പർ ഈൽഡ് പോയിന്റും ലോവർ ഈൽഡ് പോയിന്റും ഉള്ള കർവാണ് വരയ്ക്കേണ്ടതെന്ന് അറിയണം. അത് വരച്ചിട്ട് അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാർക്ക് ചെയ്ത് അതെന്തൊക്കെയാണെന്ന് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടി. നെക്സ്റ്റ്, ഇല്ലുസ്ട്രേറ്റ് ലിക്വിഡ് പെൻട്രൻ ടെസ്റ്റ്. അപ്പോൾ ലിക്വിഡ് പെൻട്രൻ ടെസ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ സ്റ്റെപ്സ് എന്താണ് എന്ന് എഴുതി കഴിഞ്ഞാൽ 7 മാർക്ക് കിട്ടി. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. വീണ്ടും റിപ്പീറ്റ് അല്ല, ഇവിടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ് ആണ് ചോദിച്ചത്. 2 മാർക്കിന് 2 4 ഫിസിക്കൽ പ്രോപ്പർട്ടി, മിക്കവാറും 1/2 മാർക്കായിരിക്കും. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 4 ഫിസിക്കൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ 4 ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടി. നെയിം എനി 4 മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽ, എക്സ്പ്ലെയിൻ 2 ഓഫ് ദം. ഇതിൽ 4 മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിന്റെ പേര് എഴുതണം, അതിൽ 2 എക്സ്പ്ലെയിനും ചെയ്യണം. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ലിക്വിഡ് പെൻട്രൻ ടെസ്റ്റ്. ഇതാ റിപ്പീറ്റ് ചെയ്തു, ലിക്വിഡ് പെൻട്രൻ ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്തു. ഡിസ്ക്രൈബ് ഐസോഡ് ആൻഡ് ഐസോഡ് ഇമ്പാക്ട് ടെസ്റ്റ്. ഇവിടെ ഐസോഡ് ഇമ്പാക്ട് ടെസ്റ്റ് മാത്രമേ ചോദിച്ചുള്ളൂ, പക്ഷേ ആ ഫിഗർ വരയ്ക്കണം, ആ സ്പെസിമെൻ എങ്ങനെയാണ് വെക്കുന്നതെന്ന് വെക്കണം, സ്പെസിമെന്റെ എന്തിനാണ്, ടഫ്നെസ് മെഷർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്, ഷോക്ക് ലോഡ്സിന്റെ കണ്ടുപിടിക്കാനാണ് യൂസ് ചെയ്യുന്നതെന്ന് എഴുതണം. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ഫിഗർ ഹൗ ടു കണ്ടക്ട് ടെൻസൈൽ ടെസ്റ്റ് ഓൺ ഡക്റ്റൈൽ മെറ്റീരിയൽസ്. അപ്പോൾ ഇവിടെ ടെൻസൈൽ ടെസ്റ്റിന്റെ പ്രൊസീജിയറാണ് ചോദിക്കുന്നത്. ടെൻസൈൽ ടെസ്റ്റ് എഴുതണം, ആ UTM വരയ്ക്കുക, ആ ടെസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക, ആ ഡക്റ്റൈൽ മെറ്റീരിയലിന്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരയ്ക്കുക. 9 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ 4 നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് മെറ്റീരിയൽസ്. 2 മാർക്കിനാണ്. അപ്പം 4 NDTയുടെ പേര് മാത്രം എഴുതി വെച്ചാൽ മതി. ലിസ്റ്റ് എനി 4 NDT ടെക്നിക്സ് ഓഫ് മെറ്റീരിയൽസ്. ഇല്ലുസ്ട്രേറ്റ് 6 തെർമൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽ. ഇവിടെ ഇപ്പം ഇത് 6 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും 3 തെർമൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും ഒരു ലൈൻ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. എക്സ്പ്ലെയിൻ വേരിയസ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽ. 9 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 9 മാർക്കിന് ചോദിച്ചിരിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് 4 മിനിമം 5 മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എങ്കിലും എഴുതണം. 5 മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിന്റെ പേരും എഴുതി അതിന്റെ ഒരു 2-3 വരി എക്സ്പ്ലനേഷനും എഴുതണം. നെക്സ്റ്റ്, ഡ്രോ സ്ട്രെസ് സ്ട്രെയിൻ കർവ്. ഇതാ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ബ്രിമൽ എന്താ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പോർഷൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. വിഷ്ണു സാറേ, ഹലോ. ഹലോ. നമ്മുടെ ഒരു മുഹമ്മദ് ഇസ്മായിൽ എന്നുള്ള ഒരു സ്റ്റുഡന്റ് ചോദിച്ചിരിക്കുന്നത് ബ്രിട്ടിൽ മെറ്റീരിയൽസ് എന്താണ്, അതെങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ബ്രിട്ടിൽ മെറ്റീരിയൽസിന് ഏറ്റവും ഒരു എക്സാമ്പിൾ ആണ് ഗ്ലാസ്. ഇപ്പൊ നമ്മൾ നമ്മളിപ്പോ ഒരു മൈൽഡ് സ്റ്റീൽ റോഡ് എടുത്തിട്ട് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും, അത് പതുക്കെ എലോങ്ങേറ്റ് ചെയ്ത് അത് ലാസ്റ്റ് ബ്രേക്ക് ആവും. പക്ഷേ ഇപ്പോൾ ഗ്ലാസ്സിലാണ് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്നെങ്കിൽ എന്ത് പറ്റും, നമ്മൾ ശക്തിയായിട്ടൊന്ന് അല്ലെങ്കിൽ ഒരു മൈൽഡ് സ്റ്റീൽ ഷീറ്റിൽ നമ്മൾ ശക്തിയായിട്ട് ഇടിച്ചാൽ എന്ത് പറ്റും, അവിടെ ഇതായിട്ടിരിക്കും. എന്താ, അവിടെ ആ ഭാഗം ഒന്ന് ക്രഷ് ആവേ ഉള്ളൂ, അത് ബ്രേക്ക് ആവില്ല. പക്ഷെ ഗ്ലാസ്സിൽ നമ്മൾ ഇടിച്ചാൽ എന്ത് പറ്റും, ഗ്ലാസ് പൊട്ടും. അപ്പോൾ അതാണ് ബ്രിട്ടിൽ മെറ്റീരിയൽ. വേറെ നമ്മൾ പ്രത്യേകിച്ച് ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ലാതെ അത് പെട്ടെന്ന് ഡയറക്റ്റ് ബ്രേക്ക് ആവും. അതിന്റെ ഒരു ബ്രേക്കിംഗ് ലോഡ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് ബ്രേക്ക് ആവും. അത് പ്രയർ ഇൻഡിക്കേഷൻ ഒന്നും തരില്ല ആ മെറ്റീരിയൽ ബ്രേക്ക് ആവാൻ പോവുകയാണ്. പക്ഷേ ഡക്റ്റൈൽ മെറ്റീരിയലിന്റെ കേസിൽ ആദ്യം അത് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ബ്രേക്ക് ആവില്ല, അതിന് മുമ്പ് അത് പ്രയർ ഇൻഡിക്കേഷനൊക്കെ ഒന്ന് തരും. എങ്ങനെ അത് ബ്രേക്ക് ആവാൻ പോവുകയാണ്, അതിന്റെ ലോഡ് അതിന് താങ്ങാൻ പറ്റുന്നതിനുള്ള ഇൻഡിക്കേഷൻസ് തരും. അതാണ് ബ്രിട്ടിൽ മെറ്റീരിയൽ. നമ്മുടെ ഹലോ സാറേ, നമ്മളെ ഈ സെഷൻ ഇപ്പൊ 1 മണിക്കൂർ ആയി കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇത് വേറെ ക്വസ്റ്റ്യൻ ഒന്നും ആരും ചോദിച്ചിട്ടില്ല. അപ്പം എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് ഹാർഡ് ആയിട്ടുള്ള ടോപ്പിക് ആണെന്ന് തോന്നുന്നു. ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് എനിക്ക് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് അതിന്റെ ടെസ്റ്റിംഗ് ഒക്കെ ആയതുകൊണ്ട് കുറച്ച് ടഫാണ്. അത് കൂടാതെ തന്നെ പെട്ടെന്ന്
മനസ്സിലാക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എനിക്ക് ആ. എല്ലാ കുട്ടികൾക്കും ഈ മെറ്റീരിയൽ നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അയച്ചു കൊടുക്കാം. അതെ. നമുക്ക് ഈ സെഷൻ അങ്ങനെയാണെങ്കിൽ വൈൻഡപ്പ് ചെയ്താലോ? വൈൻഡപ്പ് ചെയ്യാം. കാര്യം ഇതൊരു വലിയ ടോപ്പിക്കാണ്. ഒരുവിധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ ഈ പ്രസൻറ്റേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഇതിലൂടെ ഒന്ന് പെട്ടെന്നായിട്ട് വളരെ പെട്ടെന്ന് അതിൻ്റെ കവറിംഗ് ആയിട്ട് എന്താണ് നോക്കേണ്ടത്, എവിടെയാണ് നോക്കേണ്ടതെന്നൊന്ന് പറയാനേ നമുക്ക് പറ്റുള്ളൂ ഇതിൽ. അപ്പോൾ അത് കുട്ടികൾക്ക് നമുക്ക് ഈ മെറ്റീരിയൽ അയച്ചു കൊടുക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മൾ ഇന്ന് 27-ാം തീയതിയാണ്, ശനിയാഴ്ചയാണ്. നമുക്ക് ചൊവ്വാഴ്ചയാണ് എക്സാം, അതായത് 30-ാം തീയതിയാണ് എക്സാം വരുന്നത്. BMEയുടെ റിവിഷൻ ക്ലാസ് ആണ് ഇന്ന് നടത്തുന്നത്. ഇത് രണ്ടാമത്തെ സെഷനാണ്. ഈ സെഷൻ ഇന്ന് ഹാൻഡിൽ ചെയ്തത് ശ്രീ വിഷ്ണു SK, ലെക്ചർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് GPTC ചേലക്കരയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ സെഷനിൽ പാനലിസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത് ശ്രീ സജിത്ത് C, ലെക്ചർ മെക്കാനിക്കൽ GPTC ചേലക്കര, അതുപോലെ ഷൈൻ CS, ലെക്ചർ മെക്കാനിക്കൽ GPTC ആറ്റിങ്ങൽ, അതുപോലെ തന്നെ ശ്രീ അനൂപ് സർ, HOD മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് GPTC മഞ്ചേരി. അതുകൂടാതെ തന്നെ ഇന്ന് നമ്മുടെ ഈ നമ്മുടെ സെഷനുള്ള എല്ലാ സഹായവും അതുപോലെ തന്നെ ഇതിന്റെ വെബിനാറായിട്ട് കണ്ടക്ട് ചെയ്യാനുള്ള അവസരം തന്നത് അസാപ്പും, അതോടൊപ്പം തന്നെ ഇതിന്റെ കോർഡിനേറ്റർ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഓൺലൈൻ ക്ലാസ്സസിന്റെ കോർഡിനേറ്റർ ശ്രീ അനൂപ് സർ, HOD മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് GPTC മഞ്ചേരിക്കും, അതുപോലെ തന്നെ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്ത ശ്രീ വിഷ്ണു സാറിനും സജിത് സാറിനും നമ്മുടെ ഈ റിവിഷൻ ക്ലാസ്സസിന്റെ കോർഡിനേറ്റേഴ്സിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് അടുത്ത 2 സെഷൻസ് ഉള്ളത് മൺഡേ ആണ്. മൺഡേ നമുക്ക് 2 മണിക്കും അതുപോലെ 5 മണിക്കും 2 സെഷൻസ് ഉണ്ട്. പവർ പ്ലാന്റ് ആണ് 2 മണിക്കുള്ളത്. അതുപോലെ തന്നെ 5 മണിക്കും അടുത്ത സെഷൻ ഉണ്ടാവും. എല്ലാ കുട്ടികളും അതുപോലെ തന്നെ ഇനി സപ്ലിമെന്ററി എക്സാം എഴുതുന്ന എല്ലാവരും, BME എക്സാം ഉള്ള എല്ലാവരും ഈ സെഷനുകൾ അറ്റൻഡ് ചെയ്യേണ്ടതാണ്. ഇതിന്റെ മെറ്റീരിയൽ ഞങ്ങൾ അതായത് ടീച്ചേഴ്സിനും അതുപോലെ തന്നെ കോർഡിനേറ്റേഴ്സിനും അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ് ട്യൂട്ടേഴ്സിനും അയച്ചു കൊടുക്കുന്നതാണ് എല്ലാ കോളേജുകളിലും. ഇല്ലാത്തവർക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ വാട്സാപ്പിലേക്ക് അയക്കാൻ നമ്പർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. എനിവേ, ഈ സെഷൻ അറ്റൻഡ് ചെയ്ത എല്ലാ കുട്ടികൾക്കും, നമ്മുടെ ഈ സെഷൻ കൈകാര്യം ചെയ്ത അധ്യാപകർക്കും അതുപോലെ കോർഡിനേറ്റേഴ്സിനും അസാപ്പിന്റെ പേരിലും അതുപോലെ സിറ്ററിന്റെ പേരിലും അതുപോലെ ഈ BME റിവിഷൻ ക്ലാസിന്റെ കോർഡിനേറ്റേഴ്സിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാ കുട്ടികൾക്കും നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ, നല്ല മാർക്കുകൾ കരസ്ഥമാക്കാൻ പറ്റട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി, നമസ്കാരം.